ആദ്യത്തെ ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ഫോളോയിങ് ആസ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി ആൽക്കഹോൾസ്. ഈ എക്സാമ്പിളുകളിൽ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ആൽക്കഹോൾസ് ഏതൊക്കെയാണെന്ന് ക്ലാസിഫൈ ചെയ്യുക. അപ്പോൾ നമുക്കറിയാം പ്രൈമറി ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഒരു കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് പ്രൈമറി ആൽക്കഹോൾ. സെക്കൻഡറി ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ മറ്റ് 2 കാർബൺ ഉള്ള ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് സെക്കൻഡറി ആൽക്കഹോൾ. ടെറിഷറി ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ മറ്റ് 3 കാർബൺ ഉള്ള ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്യണതാണ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഈ കാർബണിലേക്കാണ് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ആ കാർബൺ ഒറ്റ കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പ്രൈമറി ആൽക്കഹോളാണ്. OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണോട് ഡയറക്റ്റ് ആയിട്ട് ഒരു കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇതൊരു പ്രൈമറി ആൽക്കഹോളാണ്. ഇനി ഈ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ. അവിടേക്ക് ഒരു കാർബൺ ഉള്ള ഈ ഒരു ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതും ഒരു പ്രൈമറി ആൽക്കഹോളാണ്. ഇനി ഈ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലും അതെ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഒരു കാർബൺ ഉള്ള അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു കാർബൺ ഉള്ള ഗ്രൂപ്പുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു കാർബണുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രൈമറി ആൽക്കഹോളാണ്. ഇനി ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇവിടെ ഒരു കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തു, ഇവിടെ ഒരു കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തു. അതായത് ഡയറക്റ്റ് ആയിട്ട് 2 കാർബൺ ആറ്റംസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു സെക്കൻഡറി ആൽക്കഹോളാണ്. ഇനി ഈ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അതെ ഈ കാർബൺ ആണ് OH ഗ്രൂപ്പ്. ഈ കാർബണിലാണ് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് ഇവിടെ ഒരു കാർബണുമായിട്ട് ഇവിടെ ഇപ്പുറത്തൊരു കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. മറ്റ് 2 കാർബൺ ആറ്റംസുമായിട്ട് അറ്റാച്ച് ചെയ്തതുകൊണ്ട് ഇതൊരു സെക്കൻഡറി ആൽക്കഹോളാണ്. ഇനി ഈ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഈ OH ഗ്രൂപ്പ് ഈ കാർബണിലേക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു കാർബൺ, ഇപ്പുറത്തൊരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, 3 കാർബൺ ആറ്റംസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു ടെറിഷറി ആൽക്കഹോളാണ്. ഓക്കെ, അപ്പോൾ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ആൽക്കഹോൾസ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഐഡന്റിഫൈ അലൈലിക് ആൽക്കഹോൾസ് ഇൻ ദ എബവ് എക്സാമ്പിൾ. ഈ എക്സാമ്പിളുകളിൽ അലൈലിക് ആൽക്കഹോൾ ഏതാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. അതായത് OH ഗ്രൂപ്പ് ഉള്ള കാർബണിന്റെ തൊട്ടടുത്ത കാർബണിലേക്ക് ഡബിൾ ബോണ്ട് വരുന്ന ഇത്തരം ഗ്രൂപ്പുകളാണ് അലൈലിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് CH2CH സിംഗിൾ ബോണ്ട് CH2 എന്ന് പറയുന്ന ഈ ഗ്രൂപ്പാണ് അലൈലിക് ഗ്രൂപ്പ്. ആ ഗ്രൂപ്പ് OH ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു അലൈലിക് ആൽക്കഹോൾ ആണ്. അപ്പോൾ ഇത് ഒരു അലൈലിക് ആൽക്കഹോളിന് എക്സാമ്പിൾ ആണ്. അലൈലിക് ആൽക്കഹോൾ ആണ്. ഇനി ഇവിടെ ഇത് അലൈലിക് ആൽക്കഹോൾ ആണോ? OH അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ ഇവിടെ പക്ഷെ ഒരു ബെൻസീൻ റിംഗ് ആണ്. അപ്പോൾ ഇത് അലൈലിക് ആൽക്കഹോൾ അല്ല. ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാലും അതെ ഇതൊരു അലൈലിക് ആൽക്കഹോൾ ആയിട്ട് വരില്ലേ, ഇത് മൊത്തം നമ്മൾ ബെൻസീൻ റിംഗ് ആയിട്ട് എടുക്കും. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ CH2CH ഇങ്ങനെയൊരു ഗ്രൂപ്പ്, ഈ ഒരു ഗ്രൂപ്പ് വരണം. ഈ ഒരു ഗ്രൂപ്പ് വന്നാലാണ് അലൈലിക് ഗ്രൂപ്പ് ആവുള്ളൂ. അത് അറ്റാച്ച് ചെയ്തിട്ടുള്ള ആൽക്കഹോൾ അല്ല ഇത്. ഇനി ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, OH CH അടുത്ത ആ കാർബണിൽ ഡബിൾ ബോണ്ട്. ഫസ്റ്റ് കാർബണിൽ OH, രണ്ടാമത്തെ കാർബണിൽ ഒന്നുമില്ല, രണ്ടാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട്, ആദ്യത്തെ കാർബണിൽ OH, രണ്ടാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട്, പിന്നെ ഒരു കാർബൺ. അങ്ങനെ വരുന്ന ഈ 3 കാർബൺ ആറ്റംസ് ഉള്ള ഈ ഗ്രൂപ്പാണ് അലൈലിക് ഗ്രൂപ്പ്. അപ്പം ഇവിടെ ഇതും അതെ ഒരു അലൈലിക് ആൽക്കഹോൾ ആണ്. അടുത്ത ചോദ്യം, റൈറ്റ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് അക്കോർഡിംഗ് ടു IUPAC സിസ്റ്റം. IUPAC സിസ്റ്റം അനുസരിച്ചിട്ട് ഇതിനെ നെയിം ചെയ്യണം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇത് ആൽക്കഹോൾസ് ആണ്. ആൽക്കഹോളിന് പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ നമ്പർ ചെയ്യാം. അപ്പോൾ ഓരോന്നും നമുക്ക് നമ്പർ ചെയ്ത് എങ്ങനെയാണ് നെയിം ചെയ്യാൻ നോക്കാം. ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ ഇത് ആൽക്കഹോൾ CH2OH, ഇവിടെയാണ് OH ഗ്രൂപ്പ് ഉള്ളത്. ഇവിടുന്ന് നമ്മൾ നമ്പർ ചെയ്യുകയാണെങ്കിൽ 1 2 3 4 5 5 കാർബൺ ഉള്ള ഒരു ആൽക്കഹോളാണ്. അപ്പോൾ പെൻറ്റനോൾ ആണ് ഇത്. അഞ്ച് കാർബൺ ഉള്ള ആൽക്കെയിൻ പെൻറ്റെയിൻ ആണ്. അതിലത്തെ E റീപ്ലേസ് ചെയ്തിട്ട് ആൽക്കഹോളിൽ ഓള് വരുമ്പോഴാണ് നമ്മൾ ഈ ആൽക്കഹോൾസിന് എങ്ങനെയാണ് നെയിം ചെയ്യുക? ആൽക്കെയിൻ പാരന്റ് ചെയിൻ എടുത്തു, ആൽക്കെയിൻ ആണെങ്കിൽ അതിൻ്റെ അവസാനത്തെ ലെറ്റർ E റീപ്ലേസ് ചെയ്തിട്ട് ഓള് വരിക, OL വരിക.
POL OL എന്നുള്ള ആ ഒരു വേർഡ് അവിടെ വന്നിരിക്കുന്നത് ആൽക്കഹോളിനെ കാണിക്കാനാണല്ലോ. അപ്പോൾ അത് എത്രാമത്തെ പൊസിഷനിലാന്ന് കൂടി പറയണം. 1 ഓൾ. അപ്പം നമ്മളിപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ നമ്പർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യുവൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഏതൊക്കെയാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യുവൻസ്? ആദ്യത്തെ രണ്ടാമത്തെ പൊസിഷനിൽ ഈ 3 കാർബൺ ഉള്ള പ്രൊപ്പൈൽ ഗ്രൂപ്പാണ്. അതിൽ രണ്ടാമത്തെ കാർബൺ വഴിയാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അതായത് ഇതൊരു ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പാണ്. ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പാണ് രണ്ടാമത്തെ കാർബണിൽ. ഇനി മൂന്നാമത്തെ കാർബണിൽ മീഥൈൽ ഗ്രൂപ്പ് അല്ല, മീഥൈൽ ഗ്രൂപ്പിൽ നിന്ന് ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ക്ലോറിൻ വന്നിട്ടുണ്ട്. അതായത് ഇതൊരു ക്ലോറോമീഥൈൽ ഗ്രൂപ്പാണ്. മൂന്നാമത്തെ കാർബണിൽ ക്ലോറോമീഥൈൽ ഗ്രൂപ്പാണ്. ഇത് രണ്ട് നമ്മൾ എഴുതി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ആൽഫബറ്റിക്കലി C ആണ് അതിനേക്കാൾ ഫസ്റ്റ് വരിക. അതായത് ക്ലോറോമീഥൈൽ ആദ്യം നമ്മൾ നെയിം ചെയ്യണം. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ കാർബണിലാണ് ക്ലോറോമീഥൈൽ. 3 ക്ലോറോമീഥൈൽ, 2 ഐസോപ്രൊപ്പൈൽ, 2 ഐസോപ്രൊപ്പൈൽ, പെൻറ്റൻ, 1 ഓൾ. ഓക്കെ. ഇനി രണ്ടാമത്തെ എക്സാമ്പിള്. രണ്ടാമത്തെ കാർബണിൽ നിന്ന് രണ്ടാമത്തെ എക്സാമ്പിളിൽ നമുക്ക് ഇവിടുന്ന് നമ്പർ ചെയ്യാം. 1 2 3 4 5 6. 6 കാർബൺ വരുന്ന ആൽക്കെയിൻ ആണ് ഹെക്സെയിൻ. ഹെക്സെയിനിലത്തെ അവസാനത്തെ ഈനിനെ റീപ്ലേസ് ചെയ്തിട്ട് OL വരണം. ഓക്കെ. ഇനി ഇവിടെ നോക്കൂ, ഒന്നാമത്തെയും മൂന്നാമത്തെയും കാർബണിൽ ആൽക്കഹോൾ ഗ്രൂപ്പ് ഉണ്ട്, OL ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഹെക്സൻ 1 3 ഡൈഓൾ എന്ന് വേണം എഴുതാൻ. ഹെക്സൻ 1 3 ഡൈഓൾ എന്ന് വേണം എഴുതാൻ. അപ്പൊ നമ്മൾ ഇതൊക്കെ നമ്പർ ചെയ്തു, ഇനി നെയിം ചെയ്തു. ഇനി ഈ 2 സബ്സ്റ്റിറ്റ്യുവൻസ് ബാക്കിയുണ്ട്. അതായത് രണ്ടാമത്തെയും അഞ്ചാമത്തെയും കാർബണിൽ എന്തുണ്ട്? ഡൈമീഥൈൽ, 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഡൈമീഥൈൽ 2 5 ഡൈമീഥൈൽ ഹെക്സൻ 1 3 ഡയോൾ എന്ന് നമുക്കിതിനെ നെയിം ചെയ്യാം. ഇനി അടുത്തത് ഈ ഒരു കോമ്പൗണ്ടാണ്, ഒരു സൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. 1 2 3 4 5 6 6 കാർബൺ ആറ്റംസ് വരുന്ന ഒരു സൈക്ലോ ഹെക്സെയിൻ ആണ്. അതിനെ ഇവിടുന്ന് നമ്പർ ചെയ്യുകയാണെങ്കിൽ 1 2 3 6 കാർബൺ വരുന്ന സൈക്ലോ ഹെക്സെയിനിൽ ഇപ്പം ആൽക്കെയിൻ ആണ് സൈക്ലോ ഹെക്സെയിൻ. സൈക്ലോ ഹെക്സെയിൻ ആണ്. അതിലത്തെ അവസാനത്തെ ഈ ഹെക്സെയിനിലത്തെ ഇയെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ OL വരണം. സൈക്ലോ ഹെക്സനോൾ. ആദ്യത്തെ കാർബണിൽ തന്നെ OL വന്നതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് 1 ഓൾ എന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. സൈക്ലോ ഹെക്സനോൾ ആണ് ഈ കോമ്പൗണ്ട്. ഇനി ഇവിടെയോ മൂന്നാമത്തെ കാർബണിൽ ഒരു സബ്സ്റ്റിറ്റ്യുവൻ്റ് ഉണ്ട്, 3 ബ്രോമോ സൈക്ലോ ഹെക്സനോൾ എന്നാണ് ഇതിൻ്റെ പേര്. ഇനി ഇവിടുന്ന് അടുത്തത് ഇത് നമ്പർ നെയിം ചെയ്യുകയാണെങ്കിൽ 1 2 3 4 5 6 6 കാർബൺ ഉള്ള ആൽക്കീനാണ്. അതായത് ഹെക്സീൻ ആണിത്. 6 കാർബൺ ഉള്ള ആൽക്കീനെ നമ്മൾ ഹെക്സീൻ എന്നാണ് പറയുക. ഈ ഹെക്സീൻ എന്ന് എഴുതുമ്പോൾ ഈ ഈൻ എന്ന് പറയുന്നത് എന്താ? ഡബിൾ ബോണ്ടിനെ കാണിക്കുന്നതാണ്. അപ്പോൾ ആ ഈൻ എവിടെയാണ്? അപ്പോൾ നമുക്ക് അതിനെ ഇങ്ങനെ തിരിച്ചെഴുതാം. ആൽക്കഹോൾ ആവുമ്പോൾ ഈനിനെ അവസാനത്തെ ഈ റീപ്ലേസ് ചെയ്തിട്ട് OL എന്ന് വരണം. അപ്പോൾ ഈ ആൽക്കഹോളിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് പറയണം. എത്രാമത്തെ പൊസിഷനിലാണ്? നമ്മൾ ഇവിടുന്ന് നമ്പർ ചെയ്യുമ്പോൾ 1 2 3 തേർഡ് പൊസിഷനിലാണ് OL വരുന്നത്. അപ്പോൾ 3 ഓൾ എന്ന് നമ്മളിവിടെ ഓൾറെഡി എഴുതണം. പിന്നെ മാത്രമല്ല ഈ ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ കൂടി പറയണം. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഈ ഈൻ എന്ന് പറയുന്നതാണല്ലോ നമ്മൾ ഡബിൾ ബോണ്ടിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ ആ ഈൻ എന്ന് പറയുന്നത് ഏത് കാർബണിലാണ്? 1 ഈൻ. അപ്പോൾ എങ്ങനെയത് വരിക? ഹെക്സ് 1 ഈൻ 3 ഓൾ എന്നാണ് നമ്മൾ ഇതിനെ എഴുതുക. എങ്ങനെ എഴുതുക? ഹെക്സ് ശരിക്കും ഹെക്സീൻ ആണ്. ആൽക്കഹോൾ ആവുമ്പോൾ ആൽക്കീനിലത്തെ അവസാനത്തെ ഇയെ റീപ്ലേസ് ചെയ്തിട്ട് OL വരണം. അപ്പോൾ എങ്ങനെ എഴുതി? 1 ഓൾ എന്ന് എഴുതി. പിന്നെ ഈ ഡബിൾ ബോണ്ട് തന്നെ അതിൻ്റെ സ്ഥാനം എഴുതണം, 1 ഈൻ. ഓക്കെ. ഹെക്സൻ 1 ഈൻ 3 ഓൾ. മൂന്നാമത്തെ കാർബണിലാണ് OH വന്നത്. നമ്മളെങ്ങനെയാണ് ചെയ്തത്? ഹെക്സീനോളാണ്
ഹെക്സീനിൽ ഈൻ ഏത് പൊസിഷനിലാണെന്നും പറയണം, ഓൾ ഏത് പൊസിഷനിലാണെന്നും പറയണം. അങ്ങനെ അപ്പം നമ്മൾ എങ്ങനെ എഴുതി? ഹെക്സ് 1 ഈൻ 3 ഓൾ, ഹെക്സനോൾ. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു എക്സാമ്പിൾ. ഇതും അതെ, 4 കാർബണുള്ള ആൽക്കീനാണ്, അതായത് ബ്യൂട്ടീൻ. 4 കാർബണുള്ള ആൽക്കീൻ എന്ന് പറയുമ്പോൾ ബ്യൂട്ടീനാണ്. ഇനി ആൽക്കഹോൾ ആകുമ്പോൾ ഈ ഈനിനെ റീപ്ലേസ് ചെയ്തിട്ട് OL വരണം. മാത്രമല്ല ഈ ഈൻ ഏത് പൊസിഷനിലാണെന്നും കൂടി പറയണം. പിന്നെ ഇതിൽ ഏതെങ്കിലും സബ്സ്റ്റിറ്റ്വൻ്റ് ഉണ്ടെങ്കിൽ അതും ചേർക്കണം. അപ്പം നമുക്ക് നോക്കാം. 1 2 3 4 ഇങ്ങനെ വരുമ്പോൾ ഡബിൾ ബോണ്ടിന് സെക്കൻഡ് നമ്പർ 3 4. ഇവിടെ ബ്രാഞ്ചസ് വരുന്നത് മീഥൈൽ, 2ാമത്തെ കാർബണിൽ മീഥൈൽ ഗ്രൂപ്പ്, 3ാമത്തെ കാർബണിൽ ഏതാണ്? ബ്രോമോ ഗ്രൂപ്പ്, 4ാമത്തെ കാർബണിൽ OH ഗ്രൂപ്പ്. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് CH3 C ഡബിൾ ബോണ്ട് C CH2 OHൽ ആദ്യത്തെ 2ാമത്തെ കാർബണിൽ CH3, 3ാമത്തെ കാർബണിൽ ബ്രോമോ, 4ാമത്തെ കാർബണിൽ OH. അങ്ങനെയാണ് വരിക. 2ാമത്തേൽ CH3 ഡബിൾ ബോണ്ട് 2ാമത്തെ കാർബണിൽ തന്നെ, 3ാമത്തെ കാർബണിൽ ബ്രോമോ, 4ാമത്തെ കാർബണിൽ OH. ഇങ്ങനെ വരും. ഇനി നമ്മൾ തിരിച്ച് നമ്പർ ചെയ്ത് നോക്കുക. തിരിച്ച് നമ്പർ ചെയ്യുമ്പോഴും എങ്ങനെയാണ്? 1 2 3 4 ആണ്. തിരിച്ച് നമ്പർ ചെയ്യുമ്പോഴും ഡബിൾ ബോണ്ടിന് സെക്കൻഡ് പൊസിഷൻ തന്നെയാണ്, ഡബിൾ ബോണ്ട് സെക്കൻഡ് കാർബണിൽ തന്നെയാണ്. OH എന്ന് പറയുന്നത് ഫസ്റ്റ് കാർബണിലാണ്, ബ്രോമോ എന്ന് പറയുന്നത് സെക്കൻഡ് കാർബണിലാണ്, CH3 എന്ന് പറയുന്നത് തേർഡ് കാർബണിലാണ്. അപ്പോൾ ഇത് രണ്ടും നോക്കിയാൽ 3 + 2 + 4 എത്രയാണ്? 4 3 7 2 9 ആണ്. ഇവിടെയോ 3 + 2 + 1 6 ആണ്. അപ്പോൾ ഇതിൽ ഏതിനാണ് ലോവസ്റ്റ് നമ്പർ കിട്ടുക? ഇതിനാണ് ലോവസ്റ്റ് നമ്പർ കിട്ടുന്നത്. അതായത് നമ്മുടെ നമ്പറിങ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് വേണം. 1 2 3 4. അപ്പോൾ നമ്മുടെ 4 കാർബണുള്ള ആൽക്കീനാണ് ബ്യൂട്ടീൻ. അപ്പോൾ ബാക്കി നമുക്ക് എഴുതാം. 2ാമത്തെ കാർബണിൽ ബ്രോമോ, 3ാമത്തെ കാർബണിൽ മീഥൈൽ. അപ്പോൾ നമുക്ക് ബ്രോമോയ്ക്ക് വേണം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ ആൽഫബറ്റിക്കലി. 2 ബ്രോമോ, 3ാമത്തെ കാർബണിൽ ഏതാണ്? മീഥൈൽ ഗ്രൂപ്പാണ്. 3 മീഥൈൽ ബ്യൂട്ടീനോൾ ആണ്. അപ്പോൾ ബ്യൂട്ട് 2 ഈൻ 1 ഓൾ. അങ്ങനെ വേണം നമ്മൾ അതിനെ നമ്പർ ചെയ്യാൻ, അല്ല നെയിം ചെയ്യാൻ. 2 ബ്രോമോ, 3 മീഥൈൽ, ബ്യൂട്ട് 2 ഈൻ 1 ഓൾ. അടുത്ത ചോദ്യമാണ്, ഷോ ഹൗ ആർ ദ ഫോളോയിങ് ആൽക്കഹോൾസ് prepared by the reaction of a suitable Grignard reagent on methanol. മെത്തനാലുമായിട്ട് ഏത് ഗ്രിഗ്നാൾ റിയേജൻറ്റ് റിയാക്ട് ചെയ്യുമ്പോഴാണ് ഈ ആൽക്കഹോൾസ് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് ആ ഒരു മെക്കാനിസം പഠിച്ചതാണ്, എങ്കിലും ഒന്ന് നോക്കാം. മെത്തനാലാണിത്, ആദ്യത്തെ ആൽഡിഹൈഡാണ്, മെത്തനാലാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ ഗ്രൂപ്പ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് ചാർജും ഓക്സിജൻ ഒരു നെഗറ്റീവ് ചാർജും കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഗ്രിഗ്നാൾ റിയേജൻറ്റ് RMgX എന്ന് പറയുന്ന ഈ ഗ്രിഗ്നാൾ റിയേജൻറ്റിൽ ഈ കാർബൺ മെഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ആയതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്, കാർബണിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു 2.5 ഒക്കെ ഉള്ള ആ റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയും ഇത് ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് വളരെ കൂടുതലാണ്. അതായത് ഈ ബോണ്ട് പോളാറാണ്, ഇവിടെ പോസിറ്റീവ് ചാർജും അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ലൈറ്റ്ലി നെഗറ്റീവ് ചാർജും വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യും? നമുക്കറിയാം ഇവിടുത്തെ നെഗറ്റീവ് ചാർജുള്ള ഇത് പോസിറ്റീവ് ചാർജുള്ള കാർബൺ സെൻട്രലിലേക്ക് അറ്റാക്ക് ചെയ്യും. സൈമൾട്ടേനിയസ് ആയിട്ട് R- ഇവിടേക്ക് അറ്റാക്ക് ചെയ്യും. ബാക്കിയുള്ള റിമൈനിങ് പോർഷൻ ഉണ്ടല്ലോ അതിവിടെ ഓക്സിജനിലേക്ക് അറ്റാക്ക് ചെയ്യും. എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് എഴുതുകയാണെങ്കിൽ കാർബൺ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ O- ആണ്, അവിടേക്ക് ഈ പ്ലസ് ചാർജുള്ള MgX വന്നിട്ട് അറ്റാക്ക് ചെയ്യും. സൈമൾട്ടേനിയസ് ആയിട്ട് R ഗ്രൂപ്പ് ഇവിടെയും വന്നിട്ട് അറ്റാക്ക് ചെയ്യും. ഓക്കെ, അടുത്തത് ഇതിൻ്റെ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ എന്ത് ഫോം ചെയ്യും? MgOHBr എന്ന് പറഞ്ഞിട്ട് ഇവിടെ വാട്ടറും ഇവിടെ ഓക്സിജനും വരും. അപ്പോൾ OH ഫോം ചെയ്യും. MgOHX എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോമ്പൗണ്ട് ഇവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോകും. OHX.
ഈ കോമ്പൗണ്ട് ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്ത് പോവും. ബാക്കിയുള്ളത് എന്താണ്? ആൽക്കഹോൾ, OH, വാട്ടറാണ്. HOH എന്ന് എഴുതി കൂടെ നമുക്ക് വാട്ടറിനെ. അപ്പം ഈ രീതിയിലാണ് അവിടെ മെക്കാനിസം നടക്കുക. ഈ സെയിം മാനറിൽ നമുക്ക് ഇതിൻ്റെ മെക്കാനിസം, അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് എങ്ങനെ എഴുതാമെന്നറിയോ? ഇതിനെ തന്നെ RCH2OH എന്ന് എഴുതിക്കൂടെ? RCH2OH എന്ന് എഴുതാം. അതായത് ഗ്രിഗണാൾ റിയേജൻറ്റിൻ്റെ ആൽക്കൈൽ പാർട്ടും ഉണ്ട്, അതുപോലെ തന്നെ ഈ മെഥനാലിലെ CH2OH ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ R എന്ന് പറയുന്നത് ഗ്രിഗണാൾ റിയേജൻ്റ് എന്ന് വന്നതാണ്. ബാക്കി CH2O എന്ന് പറയുന്നത് മെഥനാലിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഈ CH2OH എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് മെഥനാലിൽ നിന്ന് വന്നതായിരിക്കും അല്ലേ? ബാക്കി ഇതാണ് നമ്മുടെ ആൽക്കൈൽ പാർട്ട്, ഇതാണ് നമ്മുടെ R പാർട്ട് എന്ന് പറയുന്നത്. അപ്പം നമുക്കത് വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് എങ്ങനെ എഴുതാം? ഈ സെയിം മെക്കാനിസം ഫോളോ ചെയ്തിട്ട് അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് എഴുതാം. ഓക്കെ, ഈ CH2OH എന്ന് പറയുന്നത് നമ്മുടെ മെഥനാലിൽ നിന്ന് വന്നതും ഇത് നമ്മുടെ ആൽക്കൈൽ പാർട്ടുമാണ്. അപ്പോൾ നമുക്ക് HC≡OH, മെഥനാല് ഒരു റിയേജൻ്റ് ആണ്, സ്റ്റാർട്ടിംഗ് റിയേജൻ്റ് ആണ്. അതുപോലെ ഇത് ഈ R ഗ്രൂപ്പ് എന്ന് പറയുന്നത് RMgXലെ R ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ CH3 CH CH3 MgBr ആണ് നമ്മുടെ ഗ്രിഗണാൾ റിയേജൻറ്റ്. ഇനി ഇത് രണ്ടും കൂടിയിട്ട് ഡ്രൈ ഈഥറിൻ്റെ പ്രസൻസിൽ ഇതിനെ റിയാക്ട് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടി റിയാക്ട് ചെയ്യും, എന്നിട്ട് ഒരു അഡക്റ്റ് ഫോം ചെയ്യും. അതെന്താണ്? നമുക്ക് എഴുതാം, ഈ R ഗ്രൂപ്പ് ഇവിടേക്ക് വന്നിട്ട് അറ്റാക്ക് ചെയ്യും, ഇവിടെ OH-MgBr എന്ന് പറയുന്ന അഡക്റ്റ് ഫോം ചെയ്യും. എന്നിട്ട് ഇപ്പോൾ ഈ കാർബൺ, ഇവിടുത്തെ ഹൈഡ്രജൻ, ഇവിടുത്തെ ഹൈഡ്രജൻ, ഇതിലേക്ക് ഈ ആൽക്കൈൽ ഗ്രൂപ്പ് വരും. CH3 എന്ന് പറയുന്ന ഈ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്, ഇതിവിടെ പോസിറ്റീവ് ചാർജ് ആണല്ലോ. ഇത് നെഗറ്റീവ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ കാർബൺ ആണ്, ഇത് ഇലക്ട്രോ പോസിറ്റീവ് ആണ്. അപ്പോൾ ഇലക്ട്രോൺസിനെ കൂടുതൽ ഈ കാർബൺ വിഡ്രോ ചെയ്യും. ഇപ്പോൾ ഇവിടെ സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ് വരും. ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ഈ പോസിറ്റീവ് ചാർജുള്ള കാർബൺ സെൻറ്ററിലേക്ക് അറ്റാക്ക് ചെയ്യും. അതായത് CH3 അതാണ് അവിടേക്ക് വന്നിട്ട് അറ്റാക്ക് ചെയ്തത്. പിന്നെ അതുപോലെ ബാക്കിയുള്ളത് ഈ ഓക്സിജനിലേക്ക് OMgBr എന്ന് പറഞ്ഞിട്ട് അറ്റാക്ക് ഇവിടേക്കും വരും. ഇനി അടുത്തത് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ എന്ത് ഫോം ചെയ്യും? ഇവിടെ നിന്ന് OH വരും, MgOHBr എലിമിനേറ്റ് ചെയ്ത് പോകും. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് എന്താണ്? CH3 CH3 CH2OH. അതാണല്ലോ നമ്മുടെ നമുക്ക് ചോദിച്ചിട്ടുള്ളത്, CH3 CH2OH. ഇനി അതുപോലെ തന്നെ ഈ ഒരു കോമ്പൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അതെ ഈ CH2OH എന്ന് പറയുന്നത് ഇത് മെഥനാലിൽ നിന്ന് വന്നിട്ടുള്ള ഭാഗവും ഇത് നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പുമാണ്, R ഗ്രൂപ്പുമാണ് അല്ലേ? ഗ്രിഗണാൾ റിയേജൻറ്റിൻ്റെ R ഗ്രൂപ്പുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ വരയ്ക്കാം? RC≡OH. ഇവിടുത്തെ ഗ്രിഗണാൾ റിയേജൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രൂപ്പാണ്, ആൽക്കൈൽ ഗ്രൂപ്പ് അവിടെ വരേണ്ടത്. MgBr എന്ന് കൊടുക്കാം. ഇനി ഇത് ഡ്രൈ ഈഥറിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഫോം ചെയ്യണ അഡക്റ്റ് എന്തായിരിക്കും? ഇവിടെ C ഹൈഡ്രജൻ ഉണ്ട്, ഇപ്പുറത്ത് ഹൈഡ്രജൻ ഉണ്ട്, OMgBr ഇവിടേക്ക് വന്നിട്ട് അറ്റാക്ക് ചെയ്യും. അതുപോലെ ഇവിടുത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഇങ്ങോട്ട് വരും, OH ഇങ്ങോട്ട് പോവും, MgOHBr എലിമിനേറ്റ് ചെയ്ത് പോവും. അടുത്തത് ഈ ഹൈഡ്രജൻ ഇവിടെ നിൽക്കും. അപ്പം നമ്മുടെ പ്രോഡക്റ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? CH2OH. അതാണല്ലോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. CH2OH എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് ഫോം ചെയ്യും. ഇങ്ങനെ നമുക്ക് ഏതാണ് ഈ ഏത് ഗ്രിഗണാൾ റിയേജൻ്റ് എന്നാണ്, ഏത് ഗ്രിഗണാൾ റിയേജൻ്റ് മെഥനാലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് ഈ പ്രോഡക്റ്റ് ഫോം ചെയ്യുക എന്നുള്ളതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ മെക്കാനിസമാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. അടുത്ത ചോദ്യമാണ്, റൈറ്റ് സ്ട്രക്ചേഴ്സ് ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോളോയിങ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ നടന്നിട്ടുള്ള ഓരോ റിയാക്ഷൻ കണ്ടീഷൻ തന്നിട്ടുണ്ട്. ആ റിയാക്ഷൻ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് റിയാക്ഷൻ നടന്നിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ സ്ട്രക്ചർ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് സ്ട്രക്ചേഴ്സ് ഓഫ് ദ പ്രോഡക്ട്സ് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം CH3 CH≡CH2. അവിടേക്ക് എന്താണ്? വാട്ടറാണ് ആഡ് ചെയ്യണത്. ആൽക്കീനിലേക്ക്
എന്ത് ആഡ് ചെയ്യാണ് ചെയ്യണത്? വാട്ടർ ആഡ് ചെയ്യണ ഒരു റിയാക്ഷനാണ്. നമുക്ക് നോക്കിയപ്പോൾ മനസ്സിലായി ഇവിടെയുള്ള ആൽക്കീൻ എന്ന് പറയുന്നത് ഡബിൾ ബോണ്ടിൻ്റെ ഒരു ഭാഗത്ത് ഒരു കാർബണും രണ്ടാമത്തെ ഭാഗത്ത് 2 കാർബണും ഉണ്ട്. അതായത് ഡബിൾ ബോണ്ടിൻ്റെ ഒരു സൈഡിൽ ഒരു കാർബണുള്ള ഒരു ഗ്രൂപ്പും അതുപോലെ അടുത്ത ഓപ്പോസിറ്റ് സൈഡിൽ 2 കാർബൺ വരുന്ന ഒരു ഗ്രൂപ്പുമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഇതൊരു അൺസിമെട്രിക്കൽ ആൽക്കീനാണ് അല്ലേ? അൺസിമെട്രിക്കൽ ആൽക്കീനാണ്. ഇങ്ങനെയുള്ള ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് വാട്ടർ H+ഉം OH- ആയിട്ട് അയണൈസ് ചെയ്യാം. അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു റിയേജന്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അഡീഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നടക്കുക? അഡീഷൻ ടേക്സ് പ്ലേസ് ഇൻ അക്കോർഡൻസ് വിത്ത് മാർക്കോണിക്കോവ്സ് റൂൾ. മാർക്കോണിക്കോവ്സ് റൂളിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ അഡീഷൻ നടക്കുക. ഇനി അഡീഷൻ നടക്കുമ്പോൾ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുക? മാർക്കോണിക്കോവ്സ് റൂളിനെ ബേസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് മാർക്കോണിക്കോവ്സ് റൂള്? ഈ ആഡ് ചെയ്യണ അഡൻഡത്തിൻ്റെ നെഗറ്റീവ് part of the addendum is added to that carbon atom containing lesser number of hydrogen. ഇതിൽ ഏത് കാർബൺ ആറ്റത്തിലാണോ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം കുറവ് അവിടേക്കാണ് ഈ റിയേജന്റിന്റെ നെഗറ്റീവ് പാർട്ട് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് എഴുതാം. CH3 CH2 ഡബിൾ ബോണ്ട് CH2 ആണ്. ആ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഓക്കെ, ആ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് നെഗറ്റീവ് പാർട്ട് കാർബൺ ആറ്റം കുറവുള്ള ഹൈഡ്രജൻ ആറ്റം കുറവുള്ള കാർബണിലേക്ക് വരും. അപ്പോൾ ഇവിടുത്തെ നെഗറ്റീവ് പാർട്ട് OH ആണ്. ഹൈഡ്രജൻ ആറ്റം കുറവുള്ള കാർബൺ എന്ന് പറഞ്ഞാൽ ഈ കാർബൺ ആണ്. അവിടേക്ക് OH ഗ്രൂപ്പ് വന്നു. ബാക്കി എന്താണ്? ഒരു ഹൈഡ്രജൻ ഇപ്പുറത്തേക്കും വന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ പേരെന്താണ്? 1 2 3 പ്രൊപ്പൻ 2-ol. പ്രൊപ്പനോൾ ആണ്, പ്രൊപ്പൻ 2-ol ആണ് പ്രോഡക്റ്റ്. ഇനി അടുത്തൊരു റിയാക്ഷനാണ് C ഡബിൾ ബോണ്ടോ ഇങ്ങനെയുള്ള ഒരു കോമ്പൗണ്ട്. അത് NaBH4 എന്ന് പറയുന്ന സോഡിയം ബോറോ ഹൈഡ്രൈഡുമായിട്ട് ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണ്. സോഡിയം ബോറോ ഹൈഡ്രൈഡുമായിട്ട് റെഡ്യൂസ് ചെയ്യിച്ചു. അപ്പോൾ നമുക്ക് ഇതിൽ ഇവിടെ ഒരു C ഡബിൾ ബോണ്ടോ ഉണ്ട്, ഇവിടെ ഒരു C ഡബിൾ ബോണ്ടോ ഉണ്ട്. അപ്പോൾ ഏതിനെയാണ് സോഡിയം ബോറോ ഹൈഡ്രൈഡ് റെഡ്യൂസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ നമുക്കറിയാം സോഡിയം ബോറോ ഹൈഡ്രൈഡ് എന്ന് പറയുന്നത് വീക്ക് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഓൺലി ആൽഡിഹൈഡ് കീറ്റോണിക് ഗ്രൂപ്പുകളെ മാത്രമേ അതിനെ റെഡ്യൂസ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഈ C ഡബിൾ ബോണ്ട് O എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പ് എസ്റ്റർ ഗ്രൂപ്പാണ്. അപ്പോൾ ഈ എസ്റ്റർ ഗ്രൂപ്പുമായിട്ട് അതിന് റിയാക്ഷൻ ഇല്ല. ഇവിടെയുള്ള ഈ എസ്റ്റർ ഗ്രൂപ്പുമായിട്ട് റിയാക്ഷൻ ഇല്ല. പക്ഷേ ആൽഡിഹൈഡ് ഗ്രൂപ്പിനെ റെഡ്യൂസ് ചെയ്യിക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? സോഡിയം ബോറോ ഹൈഡ്രൈഡ് എന്ന് പറയുന്ന റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിക്കാം. അതായത് എസ്റ്റർ ഗ്രൂപ്പുമായിട്ട് അത് റെഡ്യൂസ് ചെയ്യിക്കില്ല, എസ്റ്റർ ഗ്രൂപ്പിനെ റെഡ്യൂസ് ചെയ്യിക്കില്ല, മറിച്ച് ആൽഡിഹൈഡ് ഗ്രൂപ്പിനെ റെഡ്യൂസ് ചെയ്യിക്കും. അപ്പോൾ എന്താ പ്രോഡക്റ്റ് ഫോം ചെയ്യുക? ഇവിടെ ഡബിൾ ബോണ്ട് O മാറിയിട്ട് ആൽഡിഹൈഡ് കീറ്റോൺ ആണെങ്കിൽ ആൽഡിഹൈഡിനെ റെഡ്യൂസ് ചെയ്യിച്ച പ്രൈമറി ആൽക്കഹോളും കീറ്റോണിനെ റെഡ്യൂസ് ചെയ്യിക്കുമ്പോൾ സെക്കൻഡറി ആൽക്കഹോളും ആണ് പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുക. അപ്പോൾ C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പ് OH ആയിട്ട് കൺവേർട്ട് ചെയ്തു. ബാക്കി CH2 C ഡബിൾ ബോണ്ട് O OCH3 ഇതൊക്കെ ഈ ഗ്രൂപ്പ് അതുപോലെ തന്നെ റിമെയിൻ ചെയ്യും. കാരണം എന്താണ്? ഈ സോഡിയം ബോറോ ഹൈഡ്രൈഡ് എന്ന് പറയുന്നത് ഒരു സോഡിയം ബോറോ ഹൈഡ്രൈഡ് എന്ന് പറയുന്നത് ഒരു വീക്ക് റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഇനി ഇതിന് പകരം ലിത്തിയം ബോറോ ഹൈഡ്രൈഡ് പോലെ സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് ആണെങ്കിൽ 2 C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പും അതായത് എസ്റ്റർ ഗ്രൂപ്പും റെഡ്യൂസ് ചെയ്യിപ്പിച്ചേനെ. ഇവിടെ വീക്ക് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് ആയതുകൊണ്ട് ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പ്, ഇവിടെയുള്ള ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പ് മാത്രമേ, അല്ലെങ്കിൽ ഈ കീറ്റോണിക് C ഡബിൾ ബോണ്ട് O 2 ഭാഗത്തും ആൽക്കൈൽ ഗ്രൂപ്പ് ഒന്നുമില്ല, ഈ കീറ്റോണിക് ഗ്രൂപ്പ് മാത്രമേ റെഡ്യൂസ് ചെയ്യിച്ചിട്ടുള്ളൂ, എസ്റ്റർ ഗ്രൂപ്പിനെ റെഡ്യൂസ് ചെയ്യിപ്പിച്ചിട്ടില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രോഡക്റ്റ് എഴുതണം. അപ്പം നമുക്കൊരു എസ്റ്ററിനെ നെയിം ചെയ്യണത് എങ്ങനെയാണ്? ആൽക്കോക്സി ആൽക്കനോയേറ്റ് എന്നാണ് നെയിം ചെയ്യുക. അപ്പം അതിനെ നമുക്ക് നെയിം ചെയ്യുമ്പോൾ ഇതിനെങ്ങനെ ഇതിൻ്റെ പേരെഴുതാം? ഇവിടെ മീഥൈലാണ്. അപ്പം മീഥൈൽ 2-ഹൈഡ്രോക്സി സൈക്ലോഹെക്സൈൽ. മീഥൈൽ ഗ്രൂപ്പിലേക്ക് എന്താണ് രണ്ടാമത്തെ പൊസിഷനിൽ OH വന്നിട്ടുള്ള ഒരു സൈക്ലോഹെക്സൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 2-ഹൈഡ്രോക്സി സൈക്ലോഹെക്സൈൽ. ഓക്കെ, അപ്പോൾ നമുക്കിനി പ്രോഡക്റ്റിനെ നെയിം ചെയ്യണം. ഈ പ്രോഡക്റ്റിനെ നെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം എസ്റ്റേഴ്സിനെ എങ്ങനെയാണ് നെയിം ചെയ്യുക? ആൽക്കൈൽ ആൽക്കനോയേറ്റ് എന്നാണ് അതിനെ നെയിം ചെയ്യുക. ആൽക്കൈൽ ആൽക്കനോയേറ്റ് എന്നുള്ള ജനറൽ ഫോമിലാണ് എസ്റ്റേഴ്സിനെ നമ്മൾ നെയിം ചെയ്യുക. അപ്പം നമുക്കിവിടെ
ഇതൊരു മീഥൈലിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുള്ള ഒരു CH3 അല്ലേ? ഈ CH3 C ഡബിൾ ബോണ്ടോ OCH3 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പാരന്റ് ചെയിൻ. അതായത് മീഥൈൽ എത്തനോയേറ്റ് ആണ് ഇവിടുത്തെ പാരന്റ് ചെയിൻ. അതിലത്തെ മീഥൈലിലത്തെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഗ്രൂപ്പ് വന്നിട്ടുള്ളത് അല്ലേ? രണ്ടാമത്തെ പൊസിഷനിൽ OH ഉള്ള ഈ ഒരു ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ നെയിം ചെയ്യിക്കാം? മീഥൈൽ എത്തനോയേറ്റ് എന്നുള്ള രീതിയിൽ തന്നെ ഇതിനെ നെയിം ചെയ്യാം. പക്ഷേ മീഥൈൽ ഗ്രൂപ്പിലേക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുണ്ട്. മീഥൈലിൽ എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുള്ളത്? 2-ഹൈഡ്രോക്സി സൈക്ലോഹെക്സൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. 2-ഹൈഡ്രോക്സി സൈക്ലോഹെക്സൈൽ. പിന്നെ ഈ ഗ്രൂപ്പ് ഏതാണ്? എത്തനോയേറ്റ്. 2-ഹൈഡ്രോക്സി മീഥൈൽ 2-ഹൈഡ്രോക്സി സൈക്ലോഹെക്സൈൽ എത്തനോയേറ്റ്. അപ്പോൾ ആൽക്കൈൽ ആൽക്കനോയേറ്റ് എന്ന് പറയുന്ന രീതിയിൽ ഇതിനെ നെയിം ചെയ്യുമ്പോൾ ഇതിൻ്റെ മീഥൈൽ എത്തനോയേറ്റ് ആണ്. അതിൽ തന്നെ മീഥൈലിൽ തന്നെ 2-ഹൈഡ്രോക്സി സൈക്ലോഹെക്സൈൽ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂൻ്റ് കൂടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് മീഥൈൽ 2-ഹൈഡ്രോക്സി സൈക്ലോഹെക്സൈൽ എത്തനോയേറ്റ് എന്ന് വേണം ഇതിനെ നെയിം ചെയ്യിക്കാൻ. ഇനി അടുത്ത ഈ ഒരു റിയാക്ഷനാണ്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെയിം സോഡിയം ബോറോഹൈഡ്രൈഡ് വെച്ചിട്ടുള്ള റിഡക്ഷനാണ്. സോഡിയം ബോറോഹൈഡ്രൈഡ് വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യിക്കുമ്പോൾ എന്താണ്? ആൽഡിഹൈഡിനെ പ്രൈമറി ആൽക്കഹോളായിട്ടും കീറ്റോണിനെ സെക്കൻഡറി ആൽക്കഹോളായിട്ടും റെഡ്യൂസ് ചെയ്യിക്കും. ഇവിടെയാണ് C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് പ്രോഡക്റ്റ് എഴുതുക? CH3 CH2 CH3 CH2OH എന്ന് അതിനെ റെഡ്യൂസ് ചെയ്യിക്കും. ഇവിടെ CH2OH. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം? 1 2 3 4 4 കാർബൺ ഉള്ള ആൽക്കഹോളാണ്, ബ്യൂട്ടനോളാണ്. ബ്യൂട്ടനോൾ ഫസ്റ്റ് കാർബണിൽ തന്നെ OH ഉള്ളതുകൊണ്ട് ബ്യൂട്ടനോൾ എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ CH3 ഗ്രൂപ്പാണ്. എങ്ങനെയാ? 1 2 2 മീഥൈൽ ബ്യൂട്ടനോൾ എന്ന് ഇതിനെ നെയിം ചെയ്യാം. അടുത്ത ചോദ്യം, ഗിവ് സ്ട്രക്ചേഴ്സ് ഓഫ് ദ പ്രോഡക്ട്സ് യു വുഡ് എക്സ്പെക്ട് when each of the following alcohols react with ആദ്യത്തെ HCl ZnCl2, രണ്ടാമത്തെ റിയേജന്റ് HBr, മൂന്നാമത്തെ റിയേജന്റ് SOCl2. അപ്പോൾ ഏതൊക്കെ രണ്ട് ആൽക്കഹോൾസാണ് തന്നിരിക്കുന്നത്? ഒന്ന് ബ്യൂട്ടനോൾ, ബ്യൂട്ടൻ 1 ഓൾ. രണ്ടാമത്തെ ആൽക്കഹോള് 2-മീഥൈൽ ബ്യൂട്ടൻ 2 ഓൾ. അപ്പോൾ ഈ രണ്ട് ആൽക്കഹോൾസ് ഈ പറഞ്ഞിട്ടുള്ള റിയേജൻസും ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് കിട്ടുന്ന പ്രോഡക്റ്റിന്റെ സ്ട്രക്ചർ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബ്യൂട്ടനോൾ നോക്കാം. ബ്യൂട്ടനോളിന്റെ സ്ട്രക്ചർ എഴുതുമ്പോൾ CH3 CH2 CH2 CH2OH, ബ്യൂട്ടൻ 1 ഓൾ അല്ലേ? അപ്പോൾ ആദ്യത്തെ കാർബണിൽ OH വരുന്നത്. ഇനി 2-മീഥൈൽ ബ്യൂട്ടനോളിന്റെ സ്ട്രക്ചറും കൂടി നമുക്ക് വരയ്ക്കാം. CH3 CH2 CH3 ബ്യൂട്ടൻ 2 ഓൾ ആണ്. മാത്രമല്ല രണ്ടാമത്തെ കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഹൈഡ്രജനും പോയി. ഇതെന്താണ്? 2-മീഥൈൽ ബ്യൂട്ടൻ 2 ഓൾ ആണത്. ഓക്കെ, അപ്പോൾ ഇനി ഈ രണ്ട് റിയേജൻസ് ആദ്യത്തെ HCl സിങ്ക് ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തെ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ HCl സിങ്ക് ക്ലോറൈഡ് എന്ന് പറയുന്ന റിയേജന്റിനെ നമ്മൾ ലൂക്കാസ് റിയേജന്റ് എന്നാണ് പറയുക. ഇവിടെ എന്താണ് നടക്കുന്നത്? ലൂക്കാസ് റിയേജന്റ് എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതാണോ നമ്മുടെ ആൽക്കഹോളിലെ OHനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടേക്ക് ക്ലോറൈഡ് വരും. ആൽക്കൈൽ ക്ലോറൈഡ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതില് അപ്പോൾ നമുക്ക് ബ്യൂട്ടൻ 1 ഓള് ലൂക്കാസ് റിയേജന്റുമായിട്ട് Zn HCl ബാർ ZnCl2 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ ആദ്യത്തെ കാർബണിലത്തെ OHനെ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് വരും? Cl വരും. CH2CL എന്നാവും. ഇതിലാണെങ്കിലും അതെ, ഇവിടെ രണ്ടാമത്തെ കാർബണിലാണ് OH ഗ്രൂപ്പ്. ജസ്റ്റ് ആ OH ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് വരും? Cl വരും. HCl ബാർ ZnCl2. ഇവിടെ അതെന്താ പ്രോഡക്റ്റ്? CH3 CH2
CH3 ജസ്റ്റ് ഈ OHനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടേക്ക് ഹാലജൻ അതായത് ക്ലോറൈഡ് വരും. അതാണ് ഇവിടുത്തെ റിയാക്ഷൻ വരുന്നത്. ഇനി ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണെങ്കിൽ ഇതൊരു പ്രൈമറി ആയിട്ടുള്ള ആൽക്കഹോൾ ആണ്, ഇതൊരു സെക്കൻഡറി ആൽക്കഹോളാണ്, ടെർഷറി ആൽക്കഹോളാണ്. സോറി, ഇതൊരു ടെർഷറി ആൽക്കഹോളാണ്. ഇവിടെ റിയാക്ഷൻ ഈ കേസിൽ ഫാസ്റ്റർ ആവും. ലൂക്കാസ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ടെർഷറി ആൽക്കഹോൾ ഫാസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യും. ഇതിന്റെ ഈ ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്തതിന്റെ വൈറ്റ് ക്ലൗഡിനെസ് വേഗം കിട്ടും. നേരെ മറിച്ച് പ്രൈമറി ആയിട്ടുള്ള ഈ നോർമൽ ബ്യൂട്ടനോൾ, അതായത് പ്രൈമറി ആയിട്ടുള്ള ഈ ഒരു ആൽക്കഹോള് ബ്യൂട്ടനോൾ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ആൽക്കൈൽ ക്ലോറൈഡ് ഫോം ചെയ്യുമെങ്കിലും കുറച്ച് സ്ലോ ആണ്. ഓക്കെ, അതാണ് ഇതിന്റെ ഡിഫറൻസ്. ഇനി അടുത്ത റിയേജന്റ് ഏതാണ്? അടുത്ത റിയേജന്റ് നമ്മുടെ HBr ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. അപ്പൊ നമുക്കത് നോക്കാം. അടുത്തത് HBr ആയിട്ടുള്ള റിയാക്ഷൻ. HBr ആയിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിലും അതെ, OHനെ റീപ്ലേസ് ചെയ്തിട്ട് ബ്രോമിൻ വരും, ആൽക്കൈൽ ബ്രോമൈഡ് ഫോം ചെയ്യും. അതാണ്. അപ്പൊ ഇവിടെ HBr ആയിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണുള്ളത്? OHനെ റീപ്ലേസ് ചെയ്തിട്ട് ബ്രോമിൻ വരും, ആൽക്കൈൽ ബ്രോമൈഡ് ഫോം ചെയ്യും, CH2Br ഫോം ചെയ്യും. ഇവിടെയാണെങ്കിലും അതെ, HBr ആയിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ OHനെ റീപ്ലേസ് ചെയ്തിട്ട് ബ്രോമിൻ വരും, CH2 CH3 താഴെ OH ഉള്ളത് റീപ്ലേസ് ചെയ്തു, അതിനെ മാറ്റിയിട്ട് അവിടെ Br വന്നു. ഓക്കെ, ഇതാണ് ഇവിടുത്തെ റിയാക്ഷൻ. ഇനി അടുത്തത് നമ്മളിത് ഓൾറെഡി ഹാലോ ആൽക്കെയിൻസ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചതാണ്. എന്താണ് ഈ HBr ആയിട്ടും തൈനിയൽ ക്ലോറൈഡും ഒക്കെ ആയിട്ടുള്ള റിയാക്ഷൻ, ആൽക്കഹോളിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാലോ ആൽക്കെയിൻസിന്റെ പ്രിപ്പറേഷനുള്ള മെത്തേഡ്സ് ആയിരുന്നു. ഒന്ന് HBr ആയിട്ട് റിയാക്ട് ചെയ്യലും, രണ്ടാമത് തൈനിയൽ ക്ലോറൈഡും ഒക്കെ ആയിട്ട് SOCl2 ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്യല്. അപ്പൊ അതുപോലെ തന്നെ ഇനി തൈനിയൽ ക്ലോറൈഡുമായിട്ട് SOCl2 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് പ്രോഡക്റ്റ് ഫോം ചെയ്യുക എന്ന് നോക്കാം. ഇവിടെ SOCl2 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അപ്പോഴും എന്താ ചെയ്യണത്? ഇവിടുത്തെ ക്ലോറിൻ OHനെ റീപ്ലേസ് ചെയ്തിട്ട് തൈനിയൽ ക്ലോറൈഡിലത്തെ ക്ലോറിൻ വരും. അപ്പൊ ക്ലോറോ ആൽക്കെയിൻസ് അല്ലെങ്കിൽ ആൽക്കൈൽ ക്ലോറൈഡുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഒരു മെത്തേഡ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ CH3 CH2 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 Cl. പിന്നെ ഇവിടെ എന്താ ചെയ്യണത്? ബൈ പ്രോഡക്റ്റ് ആയിട്ട് SO2 HCl ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഗ്യാസസ് ആയതുകൊണ്ട് അത് ഈസി ആയിട്ട് ഇവോൾവ് ചെയ്ത് പോവും. നമ്മുടെ എന്താ പറയുക, പ്രോഡക്റ്റ് അവിടെ സൊല്യൂഷനിൽ എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇതൊരു ബെസ്റ്റ് മെത്തേഡാണ്. ഹാലോ ആൽക്കെയിൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് മെത്തേഡ് ആയിട്ടാണ് നമ്മൾ തൈനിയൽ ക്ലോറൈഡും ആയിട്ടുള്ള റിയാക്ഷൻ പറഞ്ഞത്. കാരണം ബൈ പ്രോഡക്ട്സ് ഫോം ആർ ഗ്യാസസ്. ബൈ പ്രോഡക്റ്റ്, അതിൽ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്തിട്ടുള്ളതൊക്കെ ഗ്യാസ് ആണ്. അപ്പൊ ഈസി ആയിട്ട് അവിടുന്ന് ഇവോൾവ് ചെയ്ത് പോവും. ഇവിടെ അതെ, OHനെ റീപ്ലേസ് ചെയ്തിട്ട് Cl വന്നു. ഓക്കെ, അപ്പൊ ഇതാണ് തൈനിയൽ ക്ലോറൈഡും ആയിട്ടുള്ള റിയാക്ഷൻ. അടുത്ത ചോദ്യമാണ്, predict the major product of acid catalyzed dehydration of 1-methyl cyclohexanol butanol, butan 1-ol. അപ്പൊ ഈ രണ്ടെണ്ണത്തിന്റെയും ആസിഡ് കാറ്റലൈസ്ഡ് ഡീഹൈഡ്രേഷൻ നടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റ്, മേജർ പ്രോഡക്റ്റ് ഏതാണ് എന്നുള്ളതാണ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം 1-methyl cyclohexanol എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് സൈക്ലോഹെക്സനോൾ. അതിൽ ആദ്യത്തെ കാർബണിൽ തന്നെ എന്തുണ്ട്? ഒരു മീഥൈൽ ഗ്രൂപ്പും ഉണ്ട്. അപ്പൊ ഇതാണ് 1-methyl cyclohexanol. ഇനി ഇതിനെ നമുക്ക് ഈ OH ഗ്രൂപ്പിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, CH3OH. അപ്പൊ ഇത് 1-methyl cyclohexanolന്റെ സ്ട്രക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇനി എന്താണ് നമുക്കറിയണം? ആസിഡ് കാറ്റലൈസ്ഡ് ഡീഹൈഡ്രേഷൻ ആണ്. അപ്പൊ ഡീഹൈഡ്രേഷൻ നടന്നു കഴിയുമ്പോൾ നമുക്കറിയാം വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഇവിടുത്തെ ഏത് കാർബണിലാണോ OH ഉള്ളത് അതിന്റെ തൊട്ടടുത്ത കാർബണിൽ നിന്ന് ഹൈഡ്രജനും എലിമിനേറ്റ് ചെയ്യും. അങ്ങനെ H+ഉം OH- കൂടി എലിമിനേറ്റ് ആവും. ആ രണ്ട് കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെയാണ് പ്രോഡക്റ്റ് ഫോം ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ കാർബണിൽ ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഈ OHഉം ഈ ഹൈഡ്രജനും ആണ് എലിമിനേറ്റ് ചെയ്ത് പോണേന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് എന്തായിരിക്കും? ഇവിടെ CH3, ഇവിടുന്ന് OHഉം പോയി, ഇതും പോയി. OH ഇവിടുന്ന് പോയി OH- ആയിട്ട് H+ ആയിട്ട് പോയി, ഈ ബോണ്ട് ഇങ്ങോട്ട് വന്നു. അപ്പൊ എങ്ങനെയാ? ഡബിൾ ബോണ്ട്, അതിന്റെ ഇടയിൽ ഡബിൾ ബോണ്ട് ഫോം ചെയ്തു. ഇതാണ് പ്രോഡക്റ്റ് ഫോം ചെയ്യുക. ഓക്കെ,
ഇനി വേറെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇതിന്റെ തൊട്ടടുത്ത കാർബൺ ആണ് ഇത് അല്ലേ? അപ്പൊ ഈ കാർബണിൽ നിന്നൊരു ഹൈഡ്രജൻ എലിമിനേറ്റ് ആയി പോവാം. അതായത് ഇവിടുന്ന് CH2 ഒരു ഹൈഡ്രജൻ നമ്മൾ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ഇവിടുത്തെ ഹൈഡ്രജനും ഇവിടുത്തെ OHും എലിമിനേറ്റ് ചെയ്ത് പോവാം. അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് പോയാൽ പ്രോഡക്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ CH2, ഇവിടുന്ന് H പോയി, ഇവിടുന്ന് OH പോയി. അപ്പൊ ഇതിന്റെ ഇടയിൽ ഡബിൾ ബോണ്ട് ഫോം ചെയ്തു. ഡബിൾ ബോണ്ട് CH2 എന്ന് ഫോം ചെയ്തു. ഇനി ഈ രണ്ടെണ്ണത്തില് ഏതാണ് നമ്മുടെ മേജർ പ്രോഡക്റ്റ്? മേജർ പ്രോഡക്റ്റിന്റെ സ്ട്രക്ചറെ നമുക്ക് എഴുതണ്ടു. അപ്പൊ ഇതിൽ രണ്ടെണ്ണത്തില് ഏതാണ് മേജർ പ്രോഡക്റ്റ് എന്ന് അറിയണം. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡീഹൈഡ്രേഷൻ നടക്കുമ്പോൾ രണ്ട് ആൽക്കഹോൾ ഫോം ചെയ്യാൻ രണ്ട് പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഏത് പ്രോഡക്റ്റ് ആണ് മേജർ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുക എന്ന് ഏത് റൂളിനെ ബേസ് ചെയ്തിട്ടാ പറയുക? സേഡ്സെഫ് റൂളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയല്. അപ്പൊ ഇങ്ങനെ രണ്ട് ആൽക്കഹോൾ ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ കൂടുതൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ആൽക്കഹോൾ ആണ് മേജർ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുക. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡബിൾ ബോണ്ടിന്റെ ടെർമിനൽ ഡബിൾ ബോണ്ട് കണ്ടോ? ഇത് എന്താണ്? CH2 അപ്പുറത്ത് തന്നെ ഡബിൾ ബോണ്ട്, അതായത് ഒരു അറ്റത്താണ് ബോണ്ട് വന്നിരിക്കുന്നത്, ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും കുറച്ച് കാർബൺ ആറ്റംസ് ഉണ്ട്, ഇപ്പറയുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്റ്റ്. അതായത് നമ്മുടെ മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. According to Said's rule, most substituted product will be formed during the dehydration. Acid catalyzed dehydration നടന്നു കഴിഞ്ഞാൽ ആൽക്കഹോൾ ഫോം ചെയ്യും, ആൽക്കീൻ ഫോം ചെയ്യും. ആൽക്കഹോളിന്റെ ആസിഡ് കാറ്റലൈസ്ഡ് ഡീഹൈഡ്രേഷൻ നടന്നിട്ട് ആൽക്കീൻ ഫോം ചെയ്യണതിന് രണ്ട് പോസിബിലിറ്റി ഉണ്ടെങ്കിൽ മേജർ പ്രോഡക്റ്റ് ഫോം ചെയ്യണത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? സേഡ്സെഫ് റൂളിനെ ബേസ് ചെയ്തിട്ടാണ്. കൂടുതൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ആൽക്കീൻ ആണ് അവിടെ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ മേജർ പ്രോഡക്റ്റ്. അപ്പൊ നമുക്ക് ഈ സ്ട്രക്ചർ വേണ്ട, മേജർ പ്രോഡക്റ്റിന്റെ മാത്രമല്ലേ വരയ്ക്കുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് റബ് ചെയ്യാം. ഇനി അടുത്തതാണ് ബ്യൂട്ടനോൾ. അപ്പൊ ബ്യൂട്ടാൻ 1 ഓൾ ആണ്. അപ്പൊ CH3 CH2 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 OH. അപ്പൊ നമുക്ക് താഴെ എഴുതാം. അല്ലെങ്കിൽ രണ്ടാമത്തെയാണ് ഇത്, ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ ആണ് CH3 CH2 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 OH. ഇനി ഈ കേസിൽ നമുക്കറിയാം എന്താണ്? ആസിഡ് കാറ്റലൈസ്ഡ് ഡീഹൈഡ്രേഷൻ ആണ്. അപ്പൊ ആദ്യം H+ അയോൺസിന്റെ പ്രസൻസിൽ ആൽക്കഹോൾ, പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ ഫോം ചെയ്യും അല്ല? ഇവിടെ ലോൺ പെയർ ഉണ്ട്, H+ വന്നിട്ട് അറ്റാക്ക് ചെയ്തിട്ട് പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ ഫോം ചെയ്യും. അതെന്താണ്? CH3 CH2 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 OH2+. ഓക്കെ. അടുത്തതായിട്ട് എന്ത് ചെയ്യും? ഇവിടുന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോവും. ഇവിടെ ഒരു കാർബോ കാറ്റയോൺ ഫോം ചെയ്യും. അടുത്തതാണ് മൈനസ് വാട്ടർ. പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ ഫോം ചെയ്തു, വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോയി, ഇവിടെ കാർബോ കാറ്റയോൺ ഫോം ചെയ്തു. അപ്പൊ കാർബോ കാറ്റയോണിന്റെ സ്ട്രക്ചർ എങ്ങനെയാ? CH3 CH2 CH2 CH2+. ഓക്കെ. ഇനി അടുത്ത സെക്കൻഡിൽ എന്താണ്? ഇവിടുത്തെ H+ അവിടുന്ന് പോവും, ഹൈഡ്രജൻ H+ ആയിട്ട് പോവും. ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഇവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ ആ പ്രോഡക്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം? CH3 CH2 CH ഡബിൾ ബോണ്ട് CH2. ഓക്കെ. ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്തു. ഇനി അടുത്തൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ ഇതാണല്ലോ നമ്മുടെ കാർബോ കാറ്റയോൺ ഫോം ചെയ്തത്. ഈ ഹൈഡ്രജൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ എന്തുണ്ടാവും? 1-2 ഹൈഡ്രജൻ ഷിഫ്റ്റ് നടക്കും. 1-2 ഹൈഡ്രജൻ ഷിഫ്റ്റ് നടന്നിട്ട് CH3 CH2 CH2+ അല്ല, CH3+. ഹൈഡ്രജൻ ഇങ്ങോട്ട് പോയി, ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ ആണ് ഇങ്ങോട്ട് പോയത്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു കാർബോ കാറ്റയോൺ ഫോം ചെയ്യും. ഈ കാർബോ കാറ്റയോണിന്റെ പ്രത്യേകത എന്താ? 1-2 ഹൈഡ്രജൻ ഷിഫ്റ്റ് നടന്നിട്ട് ഫോം ചെയ്തിട്ടുള്ള ഈ കാർബോ കാറ്റയോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു സെക്കൻഡറി കാർബോ കാറ്റയോൺ ആണ്. ഇവിടെ നമ്മുടെ കാർബോ കാറ്റയോൺ എന്ന് പറയുന്നത് ഒരു പ്രൈമറി കാർബോ കാറ്റയോൺ ആണ്, ഇതൊരു സെക്കൻഡറി കാർബോ കാറ്റയോൺ ആണ്. അപ്പൊ പറയൂ, ഏതാണ് കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത്? പ്രൈമറി കാർബോ കാറ്റയോൺ ആണോ സെക്കൻഡറി കാർബോ കാറ്റയോൺ ആണോ കൂടുതൽ സ്റ്റേബിൾ? അതെ, സെക്കൻഡറി കാർബോ കാറ്റയോൺ ആണ് കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോ കാറ്റയോൺ. അപ്പൊ നമ്മുടെ മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഏതിൽ നിന്നായിരിക്കും? ഈ സെക്കൻഡറി കാർബോ കാറ്റയോണിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ആൽക്കീൻ ആയിരിക്കും നമ്മുടെ മേജർ പ്രോഡക്റ്റ്. അപ്പൊ നമുക്ക്
അതെങ്ങനെയാണെന്നും കൂടി നോക്കാം. ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ H+ ആയി, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഫോം ചെയ്യണ ആൽക്കീൻ എന്ന് പറയുന്നത് CH3 CH ഡബിൾ ബോണ്ട് CH3. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ബ്യൂട്ടനോള്, ബ്യൂട്ടൻ 1 ഓളിന്റെ ആസിഡ് കാറ്റലൈസ്ഡ് ഡീഹൈഡ്രേഷൻ നടക്കുമ്പോൾ എന്താണ്? ആദ്യം പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ ഫോം ചെയ്യും. ആ പ്രോട്ടോണേറ്റഡ് ആൽക്കഹോളിൽ നിന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് എന്താ ഫോം ചെയ്യണത്? ഒരു കാർബോ കാറ്റയോൺ ആണ് ഫോം ചെയ്യണത്. ഈ കാർബോ കാറ്റയോൺ ഫോം ചെയ്യണത് ഒരു പ്രൈമറി കാർബോ കാറ്റയോൺ ആണ്. അത് 1,2 ഹൈഡ്രജൻ ഷിഫ്റ്റ് നടന്നതിന് ശേഷം ഒരു സെക്കൻഡറി റീഅറേഞ്ച്മെന്റ് നടന്നിട്ട് ഒരു സെക്കൻഡറി കാർബോ കാറ്റയോൺ ആവും. ഇത് കൂടുതൽ സ്റ്റേബിൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ ഫോമിലായിരിക്കും. പ്രൈമറി കാർബോ കാറ്റയോണും ഫോം ചെയ്യും, സെക്കൻഡറി കാർബോ കാറ്റയോണും ഉണ്ട്. ചില കാർബോ കാറ്റയോൺസ് ഇതേപോലെ 1,2 ഹൈഡ്രജൻ ഷിഫ്റ്റ് നടന്നിട്ട് സെക്കൻഡറി കാർബോ കാറ്റയോൺ ആയിട്ടും എക്സിസ്റ്റ് ചെയ്യും. ഇവിടെ നമുക്ക് മനസ്സിലായി എന്ത്? സ്റ്റേബിൾ ആയിട്ടുള്ളത് സെക്കൻഡറി കാർബോ കാറ്റയോൺ ആയതിനാൽ നമ്മുടെ മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള എന്താണ്? 2 ബ്യൂട്ടീൻ ആയിരിക്കും നമ്മുടെ പ്രോഡക്റ്റ്. ഇവിടുത്തെ 1 ബ്യൂട്ടീൻ അല്ല മേജർ പ്രോഡക്റ്റ്. നമ്മുടെ മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 2 ബ്യൂട്ടീൻ ആണ്. ഓക്കെ, 2 ബ്യൂട്ടീൻ ആണ് നമ്മുടെ മേജർ പ്രോഡക്റ്റ്. ഓക്കെ, അടുത്ത ചോദ്യമാണ്, ഓർത്തോ ആൻഡ് പാരാനൈട്രോഫീനോൾസ് ആർ മോർ അസിഡിക് ദാൻ ഫീനോൾസ്. ഡ്രോ ദ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ഓഫ് ദ കറസ്പോണ്ടിങ് ഫീനോക്സൈഡ് അയോൺ. നമുക്കറിയാം എന്താണ്? ഓർത്തോ നൈട്രോഫിനോളും പാരാനൈട്രോഫിനോളും ഫീനോൾസിനേക്കാൾ മോർ അസിഡിക് ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ഫീനോക്സൈഡ് അയണിന്റെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വരയ്ക്കാനാണ് ചോദ്യം. അപ്പൊ നമുക്ക് ആദ്യം ഫീനോൾ അസിഡിക് ആണല്ലോ. അപ്പൊ H+ പോയി കഴിഞ്ഞാൽ ഇവിടെ ഫോം ചെയ്യണ ഈ അയോണിനെയാണ് നമ്മൾ ഫീനോക്സൈഡ് അയോൺ എന്ന് പറയുക. നെഗറ്റീവ് ചാർജ് ഉള്ള ഈ അയോൺ ആണ് ഫീനോക്സൈഡ് അയോൺ. അപ്പൊ ഈ ഫീനോക്സൈഡ് അയോൺ എന്ന് പറയുന്നത് മോർ സ്റ്റേബിൾ ആവാൻ കാരണം ഫീനോക്സൈഡ് അയോൺ ഇസ് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ്. ഫീനോക്സൈഡ് അയോണിന് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വരയ്ക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാ വരയ്ക്കുക? ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ കാർബണ് 5 വാലൻസി ആവും. അപ്പൊ അതില്ലാതിരിക്കാൻ ഈ ഡബിൾ ബോണ്ട് ഇപ്പുറത്തെ കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ നമുക്ക് അതിന്റെ ആദ്യത്തെ റെസൊണൻസ് സ്ട്രക്ചർ വരയ്ക്കാം. ഇവിടേക്ക് നെഗറ്റീവ് ചാർജ് വന്നു, ബാക്കിയുള്ള ബോൺസ് ഒക്കെ അതുപോലെ തന്നെ ഉണ്ട്. ഇനി അടുത്ത റെസൊണൻസ് സ്ട്രക്ചർ എങ്ങനെയാ വരയ്ക്കുക? ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് വന്നു. അപ്പൊ ഇവിടുത്തെ കാർബൺ 5 വാലൻസി ആയി. അപ്പൊ ഈ ബോണ്ട് ഈ കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ നെഗറ്റീവ് ചാർജ് വന്നു, ഇവിടെയുമാണ് ഡബിൾ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തതില് ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് പോകും. അപ്പൊ ഇപ്പുറത്തെ ഈ കാർബണ് 5 വാലൻസി ഇല്ലാതിരിക്കാൻ ഈ ബോണ്ട് ഈ കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ നെഗറ്റീവ് ചാർജ്, ഇവിടെയും ബോണ്ട്. ഇനി അടുത്ത സെക്കൻഡിൽ എന്ത് ചെയ്യും? ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് വരും, ഇവിടുത്തെ ബോണ്ട് ഇപ്പുറത്ത് ഓക്സിജനിലേക്ക് തന്നെ പോകും. നമ്മൾ നേരത്തെ O- ഇവിടെ ബോണ്ട് ഫോം ചെയ്തു, ഇവിടെ ബോണ്ട്, ഇവിടെയും ബോണ്ട്. അപ്പോൾ ഇത്രയും റെസൊണൻസ് സ്ട്രക്ചർ നമുക്ക് എന്തിനു വരയ്ക്കാം? ഈ ഫീനോക്സൈഡ് അയോണിന് ഇത്രയും റെസൊണൻസ് സ്ട്രക്ചർ വരയ്ക്കാം. അതുകൊണ്ട് ഫീനോക്സൈഡ് അയോൺ ഇസ് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ്. അതുകൊണ്ട് നമുക്ക് അറിയാം ഫീനോളിനേക്കാൾ മോർ സ്റ്റേബിൾ ആണ് ഫീനോക്സൈഡ് അയോൺ. അപ്പോൾ ഫീനോളിന്റെ അസിഡിക് ക്യാരക്ടർ ഈ ഫീനോക്സൈഡ് അയോണിന്റെ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ കാരണമാണ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഫിനോളിനേക്കാളും കൂടുതൽ അസിഡിക് ആണ് ഓർത്തോ ആൻഡ് പാരാനൈട്രോഫിനോൾ. അപ്പൊ അതെങ്ങനെയാണ്? അതിന്റെ റെസൊണൻസ് സ്ട്രക്ചർ വരയ്ക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആദ്യം OH, ഇവിടെ നൈട്രോ ഗ്രൂപ്പ് ഉണ്ട്. ഓർത്തോ നൈട്രോഫിനോളിന്റെ സ്ട്രക്ചറാണ് ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ അസിഡിക് ക്യാരക്ടർ അഗെയിൻ ഇവിടുത്തെ ഈ ഫീനോക്സൈഡ് അയോൺ ഫോം ചെയ്യും. ഈ ഫീനോക്സൈഡ് അയോണിന്റെ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ കാരണമാണ് ഇതിന് അസിഡിക് ക്യാരക്ടർ. ഇനി എന്തുകൊണ്ടാണ് ഫിനോളിനേക്കാൾ കൂടുതൽ അസിഡിക് ഓർത്തോ ആൻഡ് പാരാനൈട്രോഫിനോൾ എന്ന് നമുക്ക് അതിന്റെ റെസൊണൻസ് സ്ട്രക്ചർ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഇതിലും അതേ റെസൊണൻസ് സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ ഈ ബോണ്ട് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യും. അപ്പൊ ഇവിടുത്തെ കാർബണ് 5 വാലൻസി വരാതിരിക്കാൻ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ നമുക്ക് റെസൊണൻസ് സ്ട്രക്ചർ കിട്ടി. ഡബിൾ ബോണ്ട് O, N,
O-, ഇവിടെ നൈട്രജനിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ചാർജ്. ബാക്കിയുള്ള ബോണ്ടുകളൊക്കെ ഇവിടെ അങ്ങനെ തന്നെ ഉണ്ട്. ഇനി എന്ത് ചെയ്തു, അടുത്ത സെക്കൻഡിൽ ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടുത്തെ നൈട്രജനിൽ നിന്ന് ഈ ബോണ്ട് O- ആയിട്ട് ഓക്സിജനിലേക്ക്, ഈ ബോണ്ട് ഓക്സിജനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത റെസൊണൻസ് സ്ട്രക്ചർ വരയ്ക്കാം. ഡബിൾ ബോണ്ട് N, O-, ബാക്കിയുള്ള ബോൺസ് ഒക്കെ അവിടെ അതേപോലെ തന്നെ ഉണ്ട്. ഇനി അടുത്ത സെക്കൻഡിൽ ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് തന്നെ വരും, ഇവിടുത്തെ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പം ഇവിടെ ഡബിൾ ബോണ്ട് വന്നു, ഇവിടെ N, നേരത്തെ പോലെ ഇവിടെ ബോണ്ട്, ഇവിടെ പോസിറ്റീവ് ചാർജ്, ഇവിടെ O-, ഇങ്ങനെ. ഓക്കെ, ഈ ബോണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുത്തെ കാർബണ് 5 വാലൻസി വരുമല്ലോ ഈ ബോണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ. അപ്പോൾ അതില്ലാതിരിക്കാൻ ഈ ബോണ്ട് ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് നമുക്ക് ഇങ്ങോട്ടെത്തി. ഓക്കെ, അടുത്ത റെസൊണൻസ് സ്ട്രക്ചർ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് വരും, അപ്പോൾ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ബോണ്ട് വന്നു, ഇവിടെ നെഗറ്റീവ് ചാർജ് അല്ല, ഈ ബോണ്ട് ഇങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്തത്, അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ്. ഓക്കെ, ഇനി അടുത്ത സെക്കൻഡിൽ എന്ത് ചെയ്യും, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഇത് തിരിച്ച് ഓക്സിജനിലേക്ക് തന്നെ പോകും, നെഗറ്റീവ് ചാർജ്. അപ്പോൾ അതിൻ്റെ അടുത്ത റെസൊണൻസ് സ്ട്രക്ചർ എങ്ങനെ വരയ്ക്കാം? ഡബിൾ ബോണ്ട് O-, പോസിറ്റീവ് ചാർജ് ഇവിടെ, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് വന്നു, ഇവിടെ O- എന്ന് ഫിനോക്സൈഡ് അയോണായി. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫിനോക്സൈഡിൻ്റെയും അതുപോലെ തന്നെ ഓർത്തോ നൈട്രോ ഫിനോളിൻ്റെ കറസ്പോണ്ടിങ് ഫിനോക്സൈഡിൻ്റെയും ഈ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു സ്ട്രക്ചറും ഈ ഒരു സ്ട്രക്ചറും, ഈ രണ്ട് സ്ട്രക്ചർ എക്സ്ട്രാ ഫോം ചെയ്യുന്നുണ്ട്. അതായത് റെസൊണൻസ് സ്ട്രക്ചർ കമ്പയർ ചെയ്യുമ്പോൾ ഫിനോക്സൈഡ് അയോണിന് 1, 2, 3, 4 സ്ട്രക്ചേഴ്സേ ഉള്ളൂ. ഇവിടെ നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5 റെസൊണൻസ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ റെസൊണൻസ് സ്ട്രക്ചർ ഫോം ചെയ്യുകയാണെങ്കിൽ അത്രയും കൂടുതൽ സ്റ്റേബിൾ ആണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഓർത്തോ നൈട്രോ ഫിനോള് ഇത് ഫിനോളിനേക്കാളും മോർ അസിഡിക് ആവാൻ കാരണം. ഫിനോക്സൈഡ് അയോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വരയ്ക്കുന്ന റെസൊണൻസ് സ്ട്രക്ചറിൽ ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് ആയിട്ടുള്ള ഈ നൈട്രോ ഗ്രൂപ്പിന്റെ പ്രസൻസ് കൊണ്ട് എന്താണ് ഫോം ചെയ്യണ ഇതിനെ അയോണിനെ ഒന്നുകൂടി സ്റ്റെബിലൈസ് ചെയ്യാണ് ചെയ്യണത്. ഈ NO2 ഗ്രൂപ്പ് ഇവിടെ പ്രസന്റ് ആയതുകൊണ്ട്, ഓർത്തോ പൊസിഷനിൽ NO2 ഗ്രൂപ്പ് പ്രസന്റ് ആയതുകൊണ്ട് ഇതേ സെയിം ഫിനോമിനൻ തന്നെയാണ് ഇപ്പുറത്ത് പാരാ പൊസിഷനിലാണ് NO2 ഗ്രൂപ്പ് വരിക എങ്കിലും നടക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം ഈ ഫിനോക്സൈഡ് അയോണിൽ എന്താണ്, ഫിനോക്സൈഡ് അയോണിന്റെ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ കാരണമാണ് ഫിനോളിന്റെ അസിഡിക് ക്യാരക്ടർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓർത്തോ നൈട്രോ ഫിനോളും പാരാ നൈട്രോ ഫിനോളും ഫോം ചെയ്യുകയാണെങ്കിൽ കൂടുതൽ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് നമുക്ക് കിട്ടുന്നു. അതുകൊണ്ട് ഫിനോളിനേക്കാൾ അസിഡിക് ആണ് ഓർത്തോ നൈട്രോ ഫിനോൾ അല്ലെങ്കിൽ പാരാ നൈട്രോ ഫിനോൾ. അതിന്റെ റെസൊണൻസ് സ്ട്രക്ചർ വരയ്ക്കാനാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ റെസൊണൻസ് സ്ട്രക്ചറാണ് ഈ വരച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദ ഇക്വേഷൻസ് ഇൻവോൾവ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. അതിൽ ആദ്യത്തെ റീമർ-ടീമൻ റിയാക്ഷൻ, രണ്ടാമത്തെ കോബ്സ് റിയാക്ഷൻ. അപ്പൊ നമുക്ക് ആദ്യത്തെ റീമർ-ടീമൻ റിയാക്ഷൻ എന്താന്ന് നോക്കാം. നമുക്കറിയാം റീമർ-ടീമൻ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഫീനോള് ക്ലോറോഫോമുമായിട്ട് റിയാക്ട് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് അക്വസ് സോഡിയം ഹൈഡ്രോക്സൈഡ്. അക്വസ് ആൽക്കലിയുടെ പ്രസൻസിൽ ഫീനോള് ക്ലോറോഫോമുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഫീനോളിന്റെ ഓർത്തോ പൊസിഷനിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഈ റിയാക്ഷനെയാണ് നമ്മൾ റീമർ-ടീമൻ റിയാക്ഷൻ എന്ന് പറയുക. ഓക്കെ, ഫീനോള് ക്ലോറോഫോമുമായിട്ട് റിയാക്ട് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് അക്വസ് ആൽക്കലി അറ്റ് ഹയർ ടെമ്പറേച്ചർ 340 കെൽവിനൊക്കെ റിയാക്ട് ചെയ്യുമ്പോൾ ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ് ഫോം ചെയ്യും. അപ്പോൾ ഈ റിയാക്ഷനാണ് റീമർ-ടീമൻ റിയാക്ഷൻ. അപ്പോൾ നമുക്കതിൻ്റെ എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നത്, ഇക്വേഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതാം. ഫീനോൾ എന്തുമായിട്ട് റിയാക്ട് ചെയ്യണു, ക്ലോറോഫോമുമായിട്ട് റിയാക്ട് ചെയ്യണു. CHCl3 എന്തിൻ്റെ പ്രസൻസിലാണ്,
അക്വസ് ആൽക്കലിയുടെ പ്രസൻസിലാണ്, സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രസൻസിലാണ്, ഹൈ ടെമ്പറേച്ചർ 340 കെൽവിനൊക്കെ ഹൈ ടെമ്പറേച്ചറും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഫീനോക്സൈഡ് അയോൺ ഫോം ചെയ്യും. NaOHൻ്റെ പ്രസൻസിൽ O- സോഡിയം വരും. O-Na+ എന്നുള്ള ഈ ഒരു ഫോമിൽ എക്സിസ്റ്റ് ചെയ്യും. ഇവിടെ CHCl2 ഈ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി എന്ത് ചെയ്യും, അടുത്തതായിട്ട് ഇവിടെ നിന്ന് സോഡിയവും ക്ലോറിനും കൂടിയിട്ട് സോഡിയം ക്ലോറൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രസൻസിലാണല്ലോ, അപ്പോൾ ഈ സോഡിയം ക്ലോറിനും കൂടിയിട്ട് സോഡിയം ക്ലോറൈഡ് എലിമിനേറ്റ് ചെയ്യും. അവിടെ OH വരും, CHOH ഗ്രൂപ്പ് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഒരു കാർബണിൽ തന്നെ 2 OH ഗ്രൂപ്പ് വരിക എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ ഇവിടുന്ന് എന്ത് എലിമിനേറ്റ് ചെയ്ത് പോവും, വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോവും. വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോകുമ്പോൾ CHO ഗ്രൂപ്പ് അവിടെ വരും. O-Na+. ഓക്കെ, ഇവിടെ CHO ആയി, അതായത് ഓർത്തോ പൊസിഷനിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ് വന്നു. ഇനി എഗെയിൻ നമ്മൾ ആൽക്കലിയുടെ ഡൈല്യൂട്ട് ആൽക്കലി HClൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ പ്രോട്ടോണേഷൻ നടക്കും. ഇവിടുത്തെ Na മാറിയിട്ട് അവിടേക്ക് ഹൈഡ്രജൻ തന്നെ വരും. CHO, ഇവിടേക്ക് OH വരും. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഫോം ചെയ്യും. പ്രോഡക്റ്റ് എന്താണ്, ഇവിടെ OHും നേരത്തെ ഫിനോളിൽ OH ഗ്രൂപ്പാണ് ഉണ്ടായിരുന്നത്. ഇവിടേക്ക് ഓർത്തോ പൊസിഷനിൽ CHO ഗ്രൂപ്പ്, അതായത് തൊട്ടടുത്ത പൊസിഷനിൽ CHO ഗ്രൂപ്പ് വന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്കറിയാം ഈ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ആൽഡിഹൈഡ് ഗ്രൂപ്പിനാണ് പ്രിഫറൻസ് കൂടുതൽ. അപ്പോൾ ഇതൊരു ബെൻസാൽഡിഹൈഡിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടാണ്, ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ് ആണ് പ്രോഡക്റ്റ്. ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ് ഫോം ചെയ്തു. ഈ റിയാക്ഷനാണ് നമ്മുടെ റീമർ-ടീമൻ റിയാക്ഷൻ. ഇനി അടുത്ത നമ്മുടെ ഇക്വേഷൻ ഏതിൻ്റെ എഴുതേണ്ടത്, കോപ്സ് റിയാക്ഷൻ്റെ ഇക്വേഷനാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കറിയാം കോപ്സ് റിയാക്ഷൻ എന്താണെന്ന്. സോഡിയം ഫീനോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യാണ് അറ്റ് 400 കെൽവിൻ. അപ്പം എന്താ ഫോം ചെയ്യണത്, സാലിസിലിക് ആസിഡ് ഫോം ചെയ്യാണ്, ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ്. അതിനെയാണ് നമ്മൾ സാലിസിലിക് ആസിഡ് എന്ന് പറയുക. ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യണ ഈ റിയാക്ഷനാണ് കോപ്സ് റിയാക്ഷൻ. അപ്പം അതിൻ്റെ നമുക്ക് ഇക്വേഷൻ എഴുതി വെക്കാം. അപ്പോൾ സോഡിയം ഫീനോക്സൈഡ് എന്ന് പറയുമ്പോൾ O-Na+. ഓക്കെ, അതെന്തുമായിട്ടാണ് റിയാക്ട് ചെയ്യണത്, കാർബൺ ഡൈ ഓക്സൈഡുമായിട്ടാണ് റിയാക്ട് ചെയ്യണത്. ഹൈ ടെമ്പറേച്ചർ ഉണ്ട്, 400 കെൽവിനും ഹൈ പ്രഷർ 5 to 7 അറ്റ്മോസ്ഫിയർ പ്രഷറൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടാണ് റിയാക്ഷൻ നടത്തുന്നത്. അപ്പം അങ്ങനെ നടത്തുമ്പോൾ നമുക്കറിയാം ഈ ഫീനോക്സൈഡ് അയോൺ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് ആവുമല്ലോ, ഈ കാർബണ് നെഗറ്റീവ് ചാർജ് ആവും. ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പോസിറ്റീവ് ചാർജ്, ഇവിടെ നെഗറ്റീവ് ചാർജ് ആണ്. ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, ഓക്സിജനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ആ പോസിറ്റീവ് ചാർജ് ഉള്ള കാർബൺ ഇവിടേക്ക് വന്നിട്ട് അറ്റാക്ക് ചെയ്യും. ഇവിടെ നെഗറ്റീവ് ചാർജ് ആണല്ലോ, അവിടേക്ക് വന്നിട്ട് അറ്റാക്ക് ചെയ്യും. അപ്പോൾ എന്താ നമ്മുടെ പ്രോഡക്റ്റ് ഫോം ചെയ്യുക, ഡബിൾ ബോണ്ട് O, C ഡബിൾ ബോണ്ട് O, O-. അപ്പം ഇവിടുത്തെ എന്നയിലത്തെ, അതായത് സോഡിയം ഫീനോക്സൈഡ് ആണല്ലോ, ആ ഫീനോക്സൈഡിലത്തെ സോഡിയം ഇവിടെ വന്നിട്ട് അറ്റാച്ച് ചെയ്യും. അപ്പം ഇങ്ങനെയൊരു പ്രോഡക്റ്റ് ഫോം ചെയ്തു. ഇനി അടുത്തത് എന്താണ്, അടുത്തതിൽ ഇവിടുത്തെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഈ ഹൈഡ്രജൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. 1 to ഹൈഡ്രജൻ ഷിഫ്റ്റ് നടക്കും. അതെങ്ങനെയാ, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, H+ ആയിട്ട് വരും. ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ കാർബൺ 5 വാലൻസി ആവാണ്ടിരിക്കാൻ ഇവിടുത്തെ ബോണ്ട് ഓക്സിജനിലേക്ക് പോവും, O- ആവും. അവിടേക്ക് ഹൈഡ്രജൻ H+ ആയിട്ട് വന്നിട്ട് അറ്റാച്ച് ചെയ്യും. അതായത് 1 to ഹൈഡ്രജൻ ഷിഫ്റ്റ് നടക്കുകയാണ്, 1 to ഹൈഡ്രജൻ ഷിഫ്റ്റ്. അപ്പം എന്താ ഫോം ചെയ്യുക, ഇവിടുത്തെ ഹൈഡ്രജൻ H+ ആയിട്ട് പോവും, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇവിടുത്തെ കാർബണിൽ 5 വാലൻസി വരാണ്ടിരിക്കാൻ ഈ ബോണ്ട് വീണ്ടും ഓക്സിജൻ്റെ അടുത്തേക്ക് O- ആവും, അവിടേക്ക് ഈ H+ വന്നിട്ട് അറ്റാച്ച് ചെയ്യും, OH ഫോം ചെയ്യും. പിന്നെയോ ഇവിടെ ബോണ്ട് വന്നു, പിന്നെ C ഡബിൾ ബോണ്ട് O, O-Na+ ഫോം ചെയ്യും. ഇത് വീണ്ടും അസിഡിഫിക്കേഷൻ നടക്കുമ്പോൾ H+ന്റെ പ്രസൻസിൽ അസിഡിഫിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ OH
സി ഡബിൾ ബോണ്ട് ഒ എച്ച് ഫോം ചെയ്യും. അസിഡിഫിക്കേഷൻ നടക്കുമ്പോൾ അവിടുന്ന് എന്നെ പോയിട്ട് സി ഡബിൾ ബോണ്ട് ഒ എച്ച് ഫോം ചെയ്യും. അതായത് COOH ഫോം ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ്. അതാണ് സാലിസിലിക് ആസിഡ്. അപ്പോൾ സോഡിയം ഫീനോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സാലിസിലിക് ആസിഡ് ഫോം ചെയ്യുന്ന ഈ റിയാക്ഷനാണ് നമ്മുടെ കോബ്സ് റിയാക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ റിയാക്ഷൻസ് ഓഫ് വില്യംസൺ സിന്തസിസ് ഓഫ് 2-ethoxy-3-methyl pentane starting from ethanol and 3-methyl pentane 2-ol. അപ്പോൾ നമുക്ക് വില്യംസൺ സിന്തസിസിൽ ഈ പ്രോഡക്റ്റ് കിട്ടണം, 2-ethoxy-3-methyl pentane. അതിന്റെ റിയാക്ഷൻ ഇക്വേഷൻ ആണ് എഴുതേണ്ടത്. സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? എഥനോളും അതുപോലെ 2-methyl pentane 2-ol. അപ്പൊ നമുക്ക് വില്യംസൺ സിന്തസിസ് എന്താണെന്ന് അറിയണം. ആൽക്കൈൽ ഹാലൈഡ് സോഡിയം ആൽക്കോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഈ സോഡിയം ഹാലൈഡ് എലിമിനേറ്റ് ചെയ്തിട്ട് ഈഥർ ഫോം ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് വില്യംസൺ സിന്തസിസ്. അപ്പൊ അതിൽ ആക്ച്വലി എങ്ങനെയാണ് നടക്കണമെങ്കിൽ SN2 മെക്കാനിസം ആണ്, സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, SN2 മെക്കാനിസം ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ എലിമിനേറ്റ് ചെയ്തിട്ട് പ്രോഡക്റ്റ് എഴുതാൻ പഠിച്ചാലും മതി. ഇനിയിപ്പോ ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ആൽക്കൈൽ ഹാലൈഡ് ഉപയോഗിക്കുന്നത് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണെങ്കിൽ റിയാക്ഷൻ ഫാസ്റ്റർ ആയിട്ട് തരും. സെക്കൻഡറി ടെറിഷറി ആൽക്കൈൽ ഹാലൈഡ് ഒക്കെ ആണെങ്കിൽ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനുമായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ, സബ്സ്റ്റിറ്റ്യൂഷനും എലിമിനേഷൻ റിയാക്ഷനുമായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിസൈഡ് പ്രോഡക്റ്റ് അവിടെ കിട്ടില്ല, അത്രയും ഫാസ്റ്റർ ആയിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡ് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആവണം, അതാണ് ഒരു കാര്യം. അപ്പൊ നമ്മൾ ഇവിടെ രണ്ട് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് എഥനോള് CH3CH2OH, പിന്നെ അടുത്തത് എന്താണ്? 3-methyl pentane 2-ol. അപ്പോൾ 3, 4, 5 ഓക്കെ, pentane 2-ol ആണ്. അപ്പോൾ രണ്ടാമത്തെ കാർബണിൽ OH വരുന്നു. ഓക്കെ, രണ്ടാമത്തെ കാർബണിൽ OH വരുന്നു, മൂന്നാമത്തെ കാർബണിൽ CH3. ബാക്കിയൊക്കെ നമുക്ക് എഴുതാം. CH3 CH2 CH CH CH3. അപ്പൊ ഇതാണ് 3-methyl pentane 2-ol. ഇനി ഇത് രണ്ടും റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ്? ഒന്ന് ആൽക്കൈൽ ഹാലൈഡും ഒന്ന് സോഡിയം ആൽക്കോക്സൈഡും ഫോം ചെയ്യണം. അപ്പൊ ഇതിൽ ഏതാണ് ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്യുക, ഏതാണ് സോഡിയം ആൽക്കോക്സൈഡ് ഫോം ചെയ്യുക എന്നുള്ളത്. അതിനാണ് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞത്, ആൽക്കൈൽ ഹാലൈഡ് പ്രൈമറി ആണെങ്കിൽ റിയാക്ഷൻ ഫാസ്റ്റർ ആയിട്ട് നടക്കും. അപ്പൊ ഈ ഒരു ആൽക്കഹോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടേക്ക് ഈ ആൽക്കഹോൾ OH ഗ്രൂപ്പ് ഉള്ള കാർബൺ ഇപ്പുറത്തേക്കും ഇപ്പുറത്ത് വേറെ 2 കാർബൺ ആറ്റംസും ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഇതൊരു സെക്കൻഡറി ആൽക്കഹോൾ ആണ്. അപ്പൊ ഇവിടുത്തെ OH-നെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ സെക്കൻഡറി ആയിട്ടുള്ള ആൽക്കൈൽ ഹാലൈഡാണ് നമുക്ക് കിട്ടുക. നേരെ മറിച്ച് ഇവിടെയാണെങ്കിലോ ഇവിടുത്തെ OH-നെ റീപ്ലേസ് ചെയ്തിട്ട് അവിടേക്ക് ഹാലജൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്നത് ഒരു പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആയിരിക്കും. അപ്പൊ ഇതാണ് ആൽക്കൈൽ ഹാലൈഡ് ആയിട്ട് മാറുന്നത്, ആൽക്കൈൽ ഹാലൈഡ്. ഇനി അപ്പൊ ഇതെന്താ ഫോം ചെയ്യുക? സോഡിയം ആൽക്കോക്സൈഡ്, ഇതിന്റെ സോഡിയം സോൾട്ട് ഫോം ചെയ്യണം, ആൽക്കോക്സൈഡിന്റെ സോഡിയം സോൾട്ട്. ഇത് നമുക്ക് ഒന്നുകൂടി റിയാക്ഷൻ ഈസിയർ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഈ OH-നെ ഇങ്ങോട്ടും CH3 ഇങ്ങോട്ടും എഴുതാണ്. ഓക്കെ, CH3OH. അതായത് ഇപ്പോഴും അതെ 1 2 3 4 5 ഇവിടുന്ന് നമ്മൾ നമ്പർ ചെയ്യുകയാണെങ്കിൽ 1 2 3 4 5 2 രണ്ടാമത്തെ കാർബണിൽ ഒരു OH ഗ്രൂപ്പ്, മൂന്നാമത്തെ കാർബണിൽ മീഥൈൽ ഗ്രൂപ്പ്. അതായത് നമ്മുടെ 3-methyl pentane 2-ol തന്നെയാണ് ഇത്. ഇനി ഇതിനെ സോഡിയം ആൽക്കോക്സൈഡ് ആക്കുകയാണ്. അപ്പൊ O -Na+. ഇനി ഇത് എന്തുമായിട്ടാണ് റിയാക്ട് ചെയ്യണത്? CH3 CH2 Cl ആയിട്ടാണ് റിയാക്ട് ചെയ്യണത്. ഇവിടെ നടക്കുന്നത് SN2 സബ്സ്റ്റിറ്റ്യൂഷൻ ബൈ മോളിക്യുലാർ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഇവിടെ സെക്കൻഡറി ടെറിഷറി ഒക്കെ ആവാത്തതെന്ന്. സെക്കൻഡറി ടെറിഷറി ഒക്കെ ആവുമ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കുറച്ചുകൂടി ക്രൗഡിങ് വരും. അപ്പൊ അവിടെ സബ്സ്റ്റിറ്റ്യൂഷന് അവിടെ റേറ്റ് കുറയും. അപ്പൊ അതിനെ കോമ്പീറ്റ് ചെയ്യണ എലിമിനേഷൻ റിയാക്ഷൻസ് ഫാസ്റ്റർ ആയിട്ട് നടക്കും. അതാണ് ഇവിടെ നമ്മൾ പറയുന്നത് പ്രൈമറി ആയിട്ടുള്ള ആൽക്കൈൽ ഹാലൈഡ് ഉപയോഗിക്കണമെന്ന്. അപ്പൊ ഈ O- ന്യൂക്ലിയോഫൈൽ ഇവിടെ വന്നിട്ട് അറ്റാച്ച് ചെയ്യും, ക്ലോറിൻ എലിമിനേറ്റ് ചെയ്തു പോകും. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് എന്താണ്? CH3 CH2 CH CH3 CH
HCH3 O CH2 CH3 O പിന്നെ ഇവിടെ CH2 CH3 ഈ കാർബണിലേക്കാണ് കേട്ടോ അറ്റാച്ച് ചെയ്യുക. ഈ കാർബണിലേക്കാണ് വന്നിട്ട് അറ്റാക്ക് ചെയ്യുക. ഇത് അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ബൈമോളിക്കുലർ SN2 മെക്കാനിസം അറിയാം. ഒരു 5 മെമ്പേർഡ് ട്രാൻസിഷൻ സ്റ്റേറ്റ് ഒക്കെ ഫോം ചെയ്തിട്ട് അതിൽ നിന്ന് ഹാലജൻ എലിമിനേറ്റ് ചെയ്യും. ബാക്ക് സൈഡിലൂടെ ഇത് വന്ന് അറ്റാക്ക് ചെയ്തിട്ട് നമ്മുടെ പ്രോഡക്റ്റ് ഫോം ചെയ്യും. അപ്പം ഇവിടെ വില്യംസൺ സിന്തസിസിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ്, ആൽക്കൈൽ ഹാലൈഡ് ഷുഡ് ബി പ്രൈമറി, അതർവൈസ് എലിമിനേഷൻ റിയാക്ഷൻ കോമ്പീറ്റ്സ് അവർ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല നടക്കുക, എലിമിനേഷൻ റിയാക്ഷൻ ആണ് നടക്കുക. അപ്പോൾ ഈ രണ്ട് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ 2-methyl 3-methyl പെന്റൻ-2-ഓളും എഥനോളും നമ്മൾ തന്നപ്പോൾ എഥനോളാണ് ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എഥനോളിന്റെ ഈഥൈൽ ക്ലോറൈഡ് ആണ് നമ്മൾ ഫോം ചെയ്തത്. ഇവിടെയല്ല, ഇതിലല്ല ആൽക്കൈൽ ഹാലൈഡ് ആക്കിയത്, കാരണം ഇതൊരു സെക്കൻഡറി ആൽക്കഹോൾ ആണ്. ഇവിടെയും അതേ OH-നെ റീപ്ലേസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഹാലജൻ വരാം, കറസ്പോണ്ടിങ് എന്താണ് ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്യും. പക്ഷെ ഇത് സെക്കൻഡറി ആയതുകൊണ്ട് ഇവിടെ റിയാക്ഷൻസ് ലോവർ ആയിരിക്കും. അതുകൊണ്ട് ഇതിനെ ആൽക്കൈൽ ഹാലൈഡ് ആക്കി, പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ഈഥൈൽ ക്ലോറൈഡ് ഫോം ചെയ്തു. ഇവിടെ അതിന്റെ കറസ്പോണ്ടിങ് ഈ ആൽക്കഹോളിന്റെ കറസ്പോണ്ടിങ് സോഡിയം സോൾട്ട് ആൽക്കോക്സൈഡ് ഫോം ചെയ്തു. അങ്ങനെ രണ്ടും റിയാക്ട് ചെയ്തിട്ട് നമ്മുടെ വില്യംസൺ സിന്തസിസിലൂടെ ഈഥർ ഫോം ചെയ്തു. അപ്പൊ ഈ റിയാക്ഷനാണ്, ഇതിന്റെ ഇക്വേഷനാണ് ഇപ്പൊ നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, which of the following is an appropriate set of reactants for the preparation of 1-methoxy-4-nitrobenzene and why? രണ്ട് സെറ്റ് റിയാക്ടൻസ് തന്നിട്ടുണ്ട്. ഈ റിയാക്ടൻസ് വെച്ചിട്ട് 1-methoxy-4-nitrobenzene പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ ഇതിൽ ഏതാണ് നല്ല റിയാക്ടന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യത്തേതില് CH3ONA നമ്മുടെ 4-bromo നൈട്രോബെൻസീനുമായിട്ട് റിയാക്ട് ചെയ്യിക്കുകയാണ്. അപ്പൊ ഇവിടെ എങ്ങനെയാ നടക്കുക? ഇവിടെ O-Na+ ആണ്. ഈ ന്യൂക്ലിയോഫൈല് ഈ കാർബണിൽ വന്നിട്ട് അറ്റാച്ച് ചെയ്യും. അപ്പൊ നമുക്ക് പ്രോഡക്റ്റ് എങ്ങനെ എഴുതാം? ഇവിടെ Br ഉണ്ട്, ഇവിടേക്ക് OCH3 ന്യൂക്ലിയോഫൈല് OCH3 വന്നു. ഇവിടെ NO2 ഉണ്ട്. ഓക്കെ, ഇനി ഇവിടേക്ക് വന്നിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഇവിടെ 1 2 3 4 5 ആണ്. ഈ കാർബൺ 5 വാലൻസി വന്നു, അത് നടക്കില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? അത് ഇവിടേക്ക് വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താണ്, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ നെഗറ്റീവ് ചാർജ് വരും. ഇതിവിടെ വന്നിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ ഇവിടുത്തെ കാർബൺ 5 വാലൻസി ഉണ്ട്, 5 വാലൻസി പോസിബിൾ അല്ല. അപ്പോൾ ഇത് ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ എഴുതാം, ഇവിടെ പ്രോഡക്റ്റിൽ ഇവിടെ നെഗറ്റീവ് ചാർജ് ആണ്. ഇനി നമുക്കിത് നോക്കിയാൽ മനസ്സിലായി ഇത് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ് അല്ലേ? അപ്പോൾ ഇതിന്റെ റെസൊണൻസ് സ്ട്രക്ചർ നമുക്ക് എങ്ങനെ വരയ്ക്കാം? അടുത്തത് ഇത് ഇങ്ങോട്ട് വരും, ഇത് ഇങ്ങോട്ട് ഈ നൈട്രജനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ Br OCH3, ഇവിടെ നെഗറ്റീവ് ചാർജ്, ഇവിടെ ബോണ്ട് ഉണ്ട്, ഇവിടെയും ബോണ്ട് ഉണ്ട്. ഇവിടെ നൈട്രജൻ ഡബിൾ ബോണ്ട് O-N+. അടുത്തത് ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഇവിടുത്തെ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പം എങ്ങനെ നമുക്ക് വരയ്ക്കാം? ഇവിടെ Br OCH3, ഇവിടെ ബോണ്ട് ഉണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട് N O-O-+. അടുത്ത സെക്കൻഡിൽ ഈ ബോണ്ട് തിരിച്ചിങ്ങോട്ട് വരും, ഇവിടുത്തെ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ബോണ്ട് വന്നു, ഇവിടെ N ഡബിൾ ബോണ്ട് O-, ഇവിടെ പ്ലസ്. ഇനി ഇത് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഓൾറെഡി ബോണ്ട് ഉണ്ടല്ലോ, ഈ ബോണ്ട്
ഇവിടെ ഓൾറെഡി ബോണ്ട് ഉണ്ട്. അപ്പോൾ ഈ ബോണ്ട് എന്ത് ചെയ്യും? ഇവിടുത്തെ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ കാർബൺ 5 വാലൻസി വരാതിരിക്കാൻ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് വരും. പിന്നെ BrOCH3. ഇതാണ് നമ്മുടെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ്. ഇനി അടുത്ത സെക്കൻഡിൽ എന്താണ്? അത് എലിമിനേഷൻ ആണ്. എന്ത് ചെയ്യും? ഈ ബ്രോമൈഡ് ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ബ്രോമിൻ ആസ് Br- എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് വരും, ബ്രോമിൻ Br- ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് പോവും, നമ്മുടെ പ്രോഡക്റ്റ് ഫോം ചെയ്യും. പ്രോഡക്റ്റ് എന്താണ്? പ്രോഡക്റ്റ് വിൽ ബി OCH3 NO2. അതായത് 1-methoxy 4-nitrobenzene എന്നുള്ള ഈ പ്രോഡക്റ്റ് ഫോം ചെയ്യും. ഇനി ഈ ഒരു കേസിലാണെങ്കിൽ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് എന്ത് നടക്കും? ഈ CH3Br ഇത് വന്നിട്ട് അറ്റാച്ച് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കും. SN2 ഫാസ്റ്റ് ആയിട്ട് SN2 മെക്കാനിസം നടന്നിട്ട് നമ്മുടെ പ്രോഡക്റ്റ് എന്ത് ഫോം ചെയ്യും? NO2 OCH3 ഫോം ചെയ്യും. അതായത് ഇവിടെ O- Na+ ആണല്ലോ. അപ്പോൾ ഈ O- ഈ കാർബണിലേക്ക് വന്നിട്ട് അറ്റാച്ച് ചെയ്യും. ഇവിടുന്ന് നമുക്കറിയാം SN2 മെക്കാനിസം ആണ്. പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ഫാസ്റ്റ് ആയിട്ട് നടക്കും. ഇവിടെ ഇത് ബ്രോമിൻ എലിമിനേറ്റ് ചെയ്തിട്ട് പ്രോഡക്റ്റ് ഫോം ചെയ്യും. ഈ രണ്ട് കേസിലാണെങ്കിലും നമുക്ക് സെയിം പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. എന്താണ്? 1-methoxy 4-nitrobenzene എന്നുള്ള പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. ഏതാണ് കൂടുതൽ അപ്രോപ്രിയേറ്റ് ഇല്ല, രണ്ടിലും ഒരേ രീതിയിലാണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുക. കൂടുതൽ അപ്രോപ്രിയേറ്റ് ഏതാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, രണ്ടും ഉപയോഗിക്കാം. ഇതിലാണെങ്കിൽ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ നടക്കും, ഇതിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, predict the products of the following reaction. ഈ റിയാക്ഷൻ്റെ ഒക്കെ പ്രോഡക്ട്സ് എന്താണെന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ CH3CH2CH2OCH3 പ്ലസ് HBr. അപ്പോൾ ഇത് റിയാക്ട് ചെയ്യണ സമയത്ത് ഒരു ആൽക്കൈൽ പാർട്ടിൽ ഹാലജൻ വന്നിട്ട് അറ്റാച്ച് ചെയ്യും, ഒരു ആൽക്കൈൽ പാർട്ടിൽ OH, അതായത് ആൽക്കഹോളും ആൽക്കൈൽ ഹാലൈഡും ആയിട്ടാണ് ഈ ഈഥർ റിയാക്ട് ചെയ്യുക. HBr ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആൽക്കൈൽ ഹാലൈഡും ഹാലജനും ആയിട്ട് മാറും. അപ്പൊ ഇവിടെ ഏത് ഭാഗത്തേക്കാണ് ഹാലജൻ വരിക എന്നുള്ളത് നമുക്കറിയാം. പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണ് കൂടുതലായിട്ട് ഫാസ്റ്റർ ആയിട്ട്. അതായത് നമ്മൾ നേരത്തെ ഒരു റിയാക്ഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? ആൽക്കഹോളും അതുപോലെ ആൽക്കൈൽ ഹാലൈഡും ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഈഥർ ഫോം ചെയ്യുന്ന റിയാക്ഷൻ, ഈഥർ ഫോം ചെയ്തത്. അപ്പൊ ഈ റിയാക്ഷൻ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുന്നത് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണെങ്കിൽ ഫാസ്റ്റർ ആയിട്ട് റിയാക്ഷൻ തരും. അപ്പൊ ഇവിടെ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് തിരിച്ച് ആ റിയാക്ഷൻ തിരിച്ചുള്ള റിയാക്ഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈഥർ HBr ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആൽക്കഹോളും ആൽക്കൈൽ ഹാലൈഡും ഫോം ചെയ്യുന്നതാണ്. അപ്പൊ ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുന്നത് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആയിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഈ ഒരു ആൽക്കൈൽ പാർട്ട് നോക്കിയാലും ഇപ്പുറത്തത് നോക്കിയാലും രണ്ടും പ്രൈമറി ആണ്. പക്ഷെ ഇതിൽ ഏതിലേക്കാണ് നമ്മുടെ ബ്രോമിൻ പോവുക? ബ്രോമൈഡ് അയോൺ കാർബണാറ്റം കുറവുള്ള മീഥൈൽ പാർട്ടിലേക്കാണ് പോവുക. അതായത് ഈ CH3ലേക്കാണ് Br വരിക, ഇപ്പുറത്ത് ഓക്സിജൻ വരും. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് എന്തായിരിക്കും? CH3 CH2 CH2OH പ്ലസ് CH3Br. കൂടുതൽ കുറവ് കാർബണാറ്റംസ് ഉള്ള ആൽക്കൈൽ പാർട്ടിലേക്കാണ് നമ്മുടെ ഹാലജൻ അറ്റാച്ച് ചെയ്തത്. ഇനി രണ്ടാമത്തെ ഒരു റിയാക്ഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും സെയിം. അപ്പൊ ഇവിടെ പ്രോഡക്റ്റ് എന്താ ഫോം ചെയ്യുക? ഈ ഓക്സിജനിലേക്ക്, ബെൻസീൻ റിങ്ങിന്റെ കൂടെയുള്ള ഓക്സിജനിലേക്ക് ഹൈഡ്രജൻ വന്നു, പ്ലസ് C2H5Br ഫോം ചെയ്തു. C2H5Br. ഓക്കെ, ഇനി അടുത്തത് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും കോൺസെൻട്രേറ്റഡ് HNO3യും വെച്ചിട്ടുള്ള റിയാക്ഷൻ ആണ്. ഇതറിയാം, നൈട്രേറ്റിംഗ് മിക്സ്ചറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നൈട്രേഷൻ നടക്കും, എന്നിട്ട് രണ്ട് പ്രോഡക്റ്റ് ഫോം ചെയ്യും. അതായത് OC2H5 ഓർത്തോ പൊസിഷനിൽ NO2 അറ്റാക്ക് ചെയ്യും. അതുപോലെ തന്നെ OC2H5 പാരാ പൊസിഷനിൽ, ഓർത്തോ പാരാ
സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്ട്സ് ആണ് നമുക്ക് ഫോം ചെയ്യുക. അതിൽ പാരയിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഗ്രൂപ്പും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇവിടെ സ്റ്റെറിക് ഇന്ററാക്ഷൻ കുറവായിരിക്കും. അതുകൊണ്ട് പാര ആയിരിക്കും നമ്മുടെ മേജർ പ്രോഡക്റ്റ്. ഓക്കെ, ഇനി അടുത്തൊരു കേസിൽ CH3 thrice COC2H5. ഇവിടേക്ക് അയഡിൻ അറ്റാക്ക് ചെയ്യണത് പ്രൈമറി ആൽക്കൈൽ ഗ്രൂപ്പിലേക്കാണ് അയഡിൻ അറ്റാക്ക് ചെയ്യുക. ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതൊരു ടെറിഷറി ആൽക്കൈൽ ഗ്രൂപ്പാണ്. അപ്പൊ ഇവിടേക്കല്ല അയഡിൻ അറ്റാക്ക് ചെയ്യുക, ഇവിടെ പ്രൈമറി ആയിട്ടുള്ള C2H5 ഗ്രൂപ്പിലേക്കാണ് അയഡിൻ വന്നിട്ട് അറ്റാക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ CH3OH, ഇവിടേക്ക് ഹൈഡ്രജൻ വന്നു, ഹൈഡ്രജൻ അയഡൈഡിലത്തെ ഹൈഡ്രജൻ ഇങ്ങോട്ട് വന്നു, അയഡിൻ ഈ പ്രൈമറി ആയിട്ടുള്ള C2H5ലേക്ക് അറ്റാക്ക് ചെയ്തു. നമ്മൾ വില്യംസൺ സിന്തസിസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത് 3 ഇവിടെ ഹാലജൻ ഏതിലേക്കാണോ ഈഥർ, വില്യംസൺ സിന്തസിസിലെ ആൽക്കഹോളും ആൽക്കൈൽ ഹാലൈഡും കൂടെ റിയാക്ട് ചെയ്തിട്ട് ഈഥർ ഫോം ചെയ്യാണ്. ഇതിന്റെ ക്ലീവേജ് ആണ്, ഈഥറിന്റെ ക്ലീവേജ് ആണ് നമ്മൾ നോക്കിയത്. ഹൈഡ്രജൻ ബ്രോമൈഡോ ആയിട്ട് ഏതെങ്കിലും ഹൈഡ്രജൻ ഹാലൈഡോ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹാലജൻ പ്രൈമറി ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പിലേക്കാണ് വന്നിട്ട് അറ്റാക്ക് ചെയ്യുക. 2 പ്രൈമറി ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, അതായത് ഓക്സിജന്റെ 2 ഭാഗത്തും 2 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ 2 പ്രൈമറി ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ കാർബണാറ്റം കുറവുള്ള ആൽക്കൈൽ ഗ്രൂപ്പിലേക്ക് ബ്രോമൈഡ് വന്നിട്ട് അറ്റാക്ക് ചെയ്യും, ഹാലൈഡ് വന്നിട്ട് അറ്റാക്ക് ചെയ്യും. അപ്പൊ ഇവിടെ ആ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. ഇവിടെ നൈട്രേഷൻ ആണ്. ഈ ഒരു എക്സാമ്പിളിൽ നൈട്രേഷൻ നടക്കുമ്പോൾ ഓർത്തോ നൈട്രോ പാരാ നൈട്രോ പ്രോഡക്റ്റ് ഫോം ചെയ്യും. പാരാ വിൽ ബി ദ മേജർ പ്രോഡക്റ്റ്.